ഹായ് ഓൾ, ഗുഡ് ഈവനിങ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു ഫ്രീ സെഷൻ, വൺസ് അഗെയിൻ വിത്ത് എ ഫ്രീ സെഷൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. അപ്പൊ ഈ വെബിനാറിൽ ജോയിൻ ആയിട്ടുള്ള എല്ലാവരെയും സെഷനിലേക്ക് ഹാർട്ട്ഫെൽ വെൽക്കം ചെയ്യാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ സെഷനിലേക്ക് ഡയറക്റ്റ് കിടക്കുകയാണ്. അപ്പൊ ആരെങ്കിലും ഇനിയും ഈ ഒരു സെഷനിലേക്ക് കയറാറുണ്ടെങ്കിൽ, നിങ്ങളുടെയൊക്കെ അറിയാവുന്ന, നിങ്ങൾ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വൺസ് അഗെയിൻ ഒരു റിമൈൻഡർ കൊടുത്തുകൊണ്ട് സെഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. അപ്പൊ നമുക്ക് സെഷനിലേക്ക് പോകാം. എന്താണ് ഇന്നത്തെ ഒരു ടോപ്പിക്കിന്റെ ഒരു ടൈറ്റിൽ? നിങ്ങൾ എന്ത് ടോപ്പിക് കേട്ടിട്ടാണ് ഇന്ന് സെഷനിലേക്ക് വന്നിട്ടുള്ളത്? എന്താണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് സെഷന്റെ? അറ്റാച്ച്മെന്റ് ബന്ധങ്ങളും അറ്റാച്ച്മെന്റും ബന്ധങ്ങളും, അറ്റാച്ച്മെന്റ് ആൻഡ് റിലേഷൻഷിപ്സ് ആണ് അല്ലേ? അപ്പോൾ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു വാക്കാണ്. അറ്റാച്ച്മെന്റ് എന്ന് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, നമ്മൾ ഇമോഷണലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്. അല്ല, അറ്റാച്ച്മെന്റ് ഉണ്ടാവുക, ഒരു വ്യക്തി നമ്മളോട് അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു സംഗതി തന്നെയാണ് അല്ലേ? അങ്ങനെ തോന്നിയിട്ടില്ലേ? അല്ലെങ്കിൽ നമുക്ക് ആരോടെങ്കിലും അറ്റാച്ച്മെന്റ് ഉണ്ടാവുക എന്നൊക്കെ, അങ്ങനെ അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുക, ഒരു 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 നമുക്ക് അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അത്രയും എൻജോയ് ചെയ്യുന്ന, ലൈഫിന് ഒരു മീനിങ് ഒക്കെ കിട്ടുന്ന ഒരു സംഗതിയാണ് അറ്റാച്ച്ഡ് ആവുക എന്ന് പറഞ്ഞാൽ. കാരണം നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. മനുഷ്യന്മാരായതുകൊണ്ട് തന്നെ നമ്മളെല്ലാം അറ്റാച്ച്മെന്റും ബന്ധങ്ങളും എന്ന് പറയുമ്പോൾ തന്നെ ബന്ധങ്ങൾ ഇല്ലാത്തവരുണ്ടാവില്ല. എല്ലാ മനുഷ്യർക്കും മുന്നോട്ട് പോകണമെങ്കിൽ ബന്ധങ്ങളില്ലാതെ നമുക്ക് ഐസൊലേറ്റഡ് ആയിട്ട് ആസ് എ സോഷ്യൽ ബീയിങ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. പറ്റുമോ? പറ്റൂല. കാരണം നമുക്ക് ഒരു സോഷ്യൽ ബീയിങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പല ഫാമിലി റിലേഷൻഷിപ്പ് ഉണ്ടാകും. നമ്മുടെ ഫാമിലി ലൈഫിലായാലും അതേപോലെ തന്നെ നമ്മുടെ പ്രൊഫഷണൽ ലൈഫിലായാലും ഒരു ഒരു സോഷ്യൽ സർക്കിളിലായാലും ഇനി ഫ്രണ്ട് സർക്കിളിലായാലും എവിടെ ആയാലും നമുക്ക് റിലേഷൻഷിപ്പ് ഒരു മാറ്റർ തന്നെയാണ് അല്ലേ? പക്ഷെ ആ റിലേഷൻഷിപ്പ് പലപ്പോഴും അതിൽ എത്രത്തോളം അറ്റാച്ച്മെന്റ് നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ള, ലാസ്റ്റ് ഞാനൊരു റൈറ്റപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അറ്റാച്ച്മെന്റ് എന്ന് പറയുന്ന ചങ്ങല, സത്യം പറഞ്ഞാല് പലപ്പോഴും നമ്മൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടോ, ചിലരുടെ അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ ചിലർക്ക് പിന്നീട് അതൊരു തലവേദനയായിട്ട് മാറുന്നു, ഇങ്ങോട്ടും അനങ്ങാൻ കഴിയാത്ത ഒരവസ്ഥയിലൊക്കെ ആവുന്നുണ്ട്. കാരണം എന്താണെന്നറിയോ? അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് എപ്പോഴും ഇമോഷനിൽ നിന്നുണ്ടാവുന്ന ഒരു സംഗതിയാ അല്ലെ? നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ? അറ്റാച്ച്മെന്റ് ഇമോഷനിൽ നിന്നുണ്ടാവുന്നതാന്ന് പറയുമ്പോൾ നിങ്ങൾ അതിനോട് എഗ്രി ചെയ്യുന്നുണ്ടോ? യെസ് ഓർ നോ? നിങ്ങൾക്ക് ചാറ്റ് ബോക്സ് യൂസ് ചെയ്യുക, ഇടയ്ക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുകയൊക്കെ ചെയ്യാട്ടോ. അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് ഒരു കണക്ഷൻ ആണ് അല്ലെ? ഒരു മെന്റൽ കണക്ഷൻ ആണ്. അതേപോലെ തന്നെ ഇമോഷണൽ കണക്ഷൻ ആണ് അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാല്. നമ്മൾ ഒരാളോട് ഇമോഷണലി കണക്റ്റഡ് ആകുമ്പോഴാണ് നമ്മൾ അറ്റാച്ച്ഡ് ആയിട്ടുണ്ട്, അറ്റാച്ച്ഡ് ആണ് എന്ന് പറയാം അല്ലെ? അപ്പൊ നമുക്ക് നോക്കാം, എല്ലാ ബന്ധങ്ങളിലും ഇങ്ങനെ അറ്റാച്ച്മെന്റ് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആവശ്യമില്ല സത്യം പറഞ്ഞാല്. ഇനി ആവശ്യം ഉണ്ടെങ്കിൽ തന്നെ, നമുക്ക് ആ ഒരു അറ്റാച്ച്മെന്റ് വേണമെങ്കിൽ തന്നെ അത് ഏത് തരത്തിൽ, ഏത് പരിധി വരെ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ അത്, ഈ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഒരു, നമ്മള് പ്രഷറിനെ കുറിച്ചൊക്കെ പറയാറുണ്ട്, സൈലന്റ് കില്ലർ ആണ് എന്നൊക്കെ. അതേപോലെ തന്നെ ഒരു ഒരു സ്ലോ പോയിസൺ ആണെന്നൊക്കെ നമുക്ക് പറയാം അറ്റാച്ച്. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വേർഡ് അറ്റാച്ച്മെന്റ്. അറ്റാച്ച്മെന്റും അഡിക്ഷനും രണ്ടും രണ്ടാണ് കേട്ടോ. അറ്റാച്ച്മെന്റ് നമ്മളെ അഡിക്ഷനിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കും. പക്ഷെ അറ്റാച്ച്മെന്റ് ഇസ് വെരി ബ്യൂട്ടിഫുൾ. അറ്റാച്ച്മെന്റ് നമുക്ക് വേണം, പക്ഷേ അത് ഇമോഷണലി കണക്റ്റഡ് ആണ്, നാച്ചുറൽ ആണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി അറ്റാച്ച്മെന്റ് പലപ്പോഴും അഡിക്ഷനിലേക്ക് പോകുന്നത് പലരും അറിയാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ലാസ്റ്റ് ഇത് അറ്റാച്ച്മെന്റ് ആണോ, ഇത് അഡിക്ഷൻ ആണോ, ഇത് പിന്നെ നല്ല റിലേഷൻഷിപ്പ് ആണോ എന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോവാറുണ്ട്. ഇനി അതല്ലെങ്കിൽ ഈ അറ്റാച്ച്മെന്റ് ഡയറക്റ്റ് അഡിക്ഷൻ ആവുന്നതോ, അതുപോലെ തന്നെ അറ്റാച്ച്മെന്റ് ഇല്ലാണ്ടാവുന്ന സമയത്ത് അതിൽ എന്തെങ്കിലും ഒരു വേരിയേഷൻ വരുമ്പോൾ അതിനെ നമ്മൾ ഓവർകം ചെയ്യാൻ വേണ്ടി അഡിക്ഷനിലേക്ക് പോകുന്ന സംഭവങ്ങളും ഉണ്ടാവാറുണ്ട്. രണ്ട് രീതിയിലും, ചിലപ്പോൾ അറ്റാച്ച്മെന്റ് തന്നെ അഡിക്ഷൻ ആവാം, അല്ലെങ്കിൽ അറ്റാച്ച്മെന്റ് ലീഡ്സ് ടു അഡിക്ഷൻ. അപ്പൊ സംഭവം എന്താന്ന് വെച്ചാൽ, ഈ അറ്റാച്ച്മെന്റ് അഡിക്ഷൻ ആയിട്ടുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ തന്നെ അറിയുന്നില്ല. ഒരു പരിധി വരെ ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വേർഡ് അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ, ഇത്രയും അമ്മയ്ക്ക് കുട്ടിയോടുള്ള ബന്ധം ഒരു അറ്റാച്ച്മെന്റ് ആണ്. ഒരു ഒരു സ്പെഷ്യൽ സോൾ കണക്ഷൻ ആണ്. അതൊരു ഒരു സ്പെഷ്യൽ കണക്ഷൻ ആണ് അല്ലേ? പിന്നെ ഹസ്ബൻഡിന് വൈഫിനോടുള്ളത്, അല്ലെങ്കിൽ ആ ഒരു അത്തരം തരത്തിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് റിലേഷൻഷിപ്പ് ഉള്ളവരൊക്കെ അറ്റാച്ച്ഡ് ആകുമെന്ന് പറയുമ്പോൾ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, മനോഹരമായിട്ടുള്ള അറ്റാച്ച്മെന്റിന്റെ, പലപ്പോഴും അറ്റാച്ച്മെന്റ് ഉണ്ടാവാൻ പാടില്ല, നമ്മൾ ഡിറ്റാച്ച്ഡ് ആവണം എന്നൊക്കെ പലരും പറയാറുണ്ട്. പക്ഷെ അത്രയും മനോഹരമായിട്ടുള്ള, നമുക്ക് ലൈഫിൽ ആവശ്യമുള്ള, നമുക്ക് എനർജി തരുന്ന ഒരു സംഗതി തന്നെയാണ് അറ്റാച്ച്മെന്റ്. പക്ഷെ ഇത് ഓവർ ആയി പോകുന്ന സമയത്ത് ഈ അറ്റാച്ച്മെന്റ് തന്നെ അഡിക്ഷൻ ആവുന്നുണ്ടോ, അല്ലെങ്കിൽ അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ അതിൽ നിന്നുള്ള ബ്രേക്ക് നമ്മളെ അഡിക്ഷനിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ളത്, ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ആകുന്നു എന്നുള്ളത് പോലും മനസ്സിലാക്കാതെ
അല്ലെ? ചില ആളുകൾ പറയാറില്ലേ, ഭയങ്കര എനർജി ആയിരുന്നു, ഭയങ്കര ഉഷാറായിരുന്നു, ഒരു ലെവൽ ഓഫ് ടൈം വരെ വളരെ ആക്റ്റീവ് ആയിട്ട് നിന്ന ആളാണ്. പക്ഷെ ആ സ്റ്റേജ് കഴിഞ്ഞപ്പോൾ, ഒരു സ്റ്റേജ് ഓഫ് ലൈഫ് കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഇൻവോൾവ്മെന്റിൽ ഇല്ലാണ്ടായ സമയത്ത് അയാൾ ആകെ മാറിപ്പോയി എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അപ്പൊ നമുക്ക് പോലും തിരിച്ചറിയാൻ കഴിയാറില്ല എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ആയി, എന്താണ് ഇതിന്റെ കാരണം എന്നുള്ളത്. അപ്പൊ ആ ഒരു സ്റ്റേറ്റിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ, ആ ഒരു അഡിക്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ, ആ ഒരു സ്റ്റേറ്റിലേക്ക് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാല്, പലപ്പോഴും അത് ഓവറായി കഴിഞ്ഞാല് എനിക്ക് ഇതിൽ ശരിക്കുള്ള അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ ആ ഒരു അഡിക്റ്റീവ് സ്റ്റേജിലേക്ക് പോകുന്നവർ, ഇതില്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അത് വ്യക്തികൾ തന്നെ ആവണം എന്നില്ല കേട്ടോ. അറ്റാച്ച്മെന്റ് എന്ന് പറയുമ്പോൾ വ്യക്തികളാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുക്കളാവാം, പണമാവാം, ഇതെന്തും ആവാം. എന്തും അറ്റാച്ച്മെന്റ് ആണ്, എന്തിനോടുമുള്ള അറ്റാച്ച്മെന്റ്. ആ ഒരു അറ്റാച്ച്മെന്റിൽ ഒരു സ്റ്റേജ് കഴിഞ്ഞു കഴിഞ്ഞാല് ഇതില്ലാതെ എനിക്ക് മുന്നോട്ട്, ഡ്രഗ്സ് ആവാം അല്ലെ, ഡ്രഗ്സിനോടുള്ള ഒരു അറ്റാച്ച്മെന്റ്, അല്ലെങ്കിൽ അത് ഒരു അഡിക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതില്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ എത്തുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന എന്താണെന്നറിയോ? ഇതാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത് എന്ന് നമ്മൾ പറയുമ്പോൾ, അല്ലെങ്കിൽ ഈ വ്യക്തിയാണ്, ഇന്ന വസ്തുവാണ്, ഇന്ന റിലേഷൻഷിപ്പ് ആണ്, ഇന്ന അറ്റാച്ച്മെന്റിലുള്ള ഇന്ന ബന്ധമാണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് പറയുമ്പോൾ, അവിടെ ഞാൻ എൻ്റെതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ആ അറ്റാച്ച്മെന്റിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് എൻ്റെതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ ഞാൻ മാറ്റിവെക്കുന്ന, എനിക്ക് ഒരു പ്രാധാന്യവും ഇല്ലാത്ത, എന്നെ തന്നെ വേണ്ടാന്ന് വെക്കുന്ന, അവിടെ മറ്റൊരാളെയോ അല്ലെങ്കിൽ മറ്റൊരു വസ്തുവിനെയോ കൊണ്ടുവന്ന് അതാണ് എല്ലാത്തിനും മുകളിൽ, അതിന് മാത്രമേ എന്നെ നിലനിർത്താൻ കഴിയൂ എന്ന ഒരു അവസ്ഥയിലേക്ക്, അതാണ് പ്രയോറിറ്റി എന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകുമ്പോൾ, ആ ഒരു അവസ്ഥയിലേക്കാണ് പലരും പോകുന്നത്. അപ്പൊ ആ ഒരു ഓവർ അറ്റാച്ച്മെന്റിലേക്ക് പോയി കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മൾ പോകുന്നത്, സംഭവം ശരിയാണ്, മനുഷ്യൻ എന്ന് പറയുന്ന ഏതൊരു ജീവിയുടെയും ഒരു ബേസിക് നീഡ് എന്ന് പറയും. ഞാൻ കഴിഞ്ഞ സെഷനിൽ ചോദിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു അല്ലെ, നമുക്കൊരു ഇമോഷണൽ സപ്പോർട്ട്, നമുക്ക് തളരുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാനുള്ള എനർജി, ഒരു ഇമോഷണൽ സപ്പോർട്ട് പലപ്പോഴും പലരിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ ജെന്യൂൻ ആയിട്ട് നമുക്ക് കിട്ടേണ്ടടുത്തുനിന്ന്, ഇപ്പൊ പാരന്റ്സിന് കുട്ടികളുടെ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാല്, കുട്ടികൾക്ക് എപ്പോഴും ഇമോഷണൽ സപ്പോർട്ട് വേണം അല്ലെ. പിന്നെ എന്താ പറയാ, സ്പൗസസ്, ഹസ്ബൻഡ് ആൻഡ് വൈഫിന് എപ്പോഴും ഇമോഷണൽ സപ്പോർട്ട് വേണം. ഹസ്ബൻഡിന് എപ്പോഴും വേണ്ടത് ഇമോഷണൽ സപ്പോർട്ടാണ്. വൈഫിന് എപ്പോഴും ഇമോഷണൽ സപ്പോർട്ട് വേണം, ഹസ്ബൻഡിന് വേണം, അല്ല മക്കൾക്ക് വേണം. അപ്പൊ ഈ ഇമോഷണൽ സപ്പോർട്ട് പലപ്പോഴും കിട്ടാത്ത സാഹചര്യത്തിലാണ്, അത് കിട്ടുന്നിടത്തേക്ക് നമ്മൾ പറയാറില്ല, ആ ഒരു സൂര്യപ്രകാശം ഉള്ളിടത്തേക്ക് ചെടികൾ ചാഞ്ഞ് വളരുമെന്ന് നമ്മൾ പുസ്തകത്താളുകളിൽ പഠിച്ചിട്ടുണ്ട്, പേജുകളിൽ പഠിച്ചിട്ടുണ്ട്. 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലൊക്കെ നമ്മൾ ഇങ്ങനെ ഒരു ചിത്രമൊക്കെ വീട്ടിനുള്ളിൽ കൊണ്ടുവെക്കുന്ന ഒരു ചെടി, പുറംലോകം കാണിക്കാതെ വീട്ടിനുള്ളിൽ എല്ലാ പരിചരണവും കൊടുത്ത് വളർത്തുന്ന ഒരു ചെടി, സൂര്യപ്രകാശത്തിന്റെ ചെറിയൊരു ചാല എവിടെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അവിടേക്ക് സ്വന്തം ശരീരത്തെ പോലും വളച്ചു വെച്ചിട്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ എത്ര സ്നേഹവും എത്ര പരിചരണവും എത്ര നല്ല ഗ്ലാസ് പോട്ടിലൊക്കെ വെച്ചാലും ആ ചെടി അല്ലെ, നമ്മൾ പറയാറുണ്ട്, സൂര്യപ്രകാശമുള്ളിടത്തേക്ക് ചരിഞ്ഞ്, അത് ഡയറക്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ പിന്നെ അവിടെ തന്നെ നിൽക്കും. കിട്ടുന്നുണ്ടെങ്കിൽ ആ ജനാലയിലേക്ക് നമ്മൾ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ സൂര്യപ്രകാശത്തിന്റെ അടുത്തേക്ക് ചരിഞ്ഞ് വളരുമെന്ന് പറയുന്ന പോലെ തന്നെയാണ് മനുഷ്യന് മറ്റെന്തെല്ലാം നീഡ് നമ്മൾ കുട്ടികളുടെ കാര്യത്തിലൊക്കെ സാറ്റിസ്ഫൈ ചെയ്ത് കൊടുത്താലും, ഈ ഒരു ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുന്നിടത്തേക്ക് ചരിഞ്ഞ് ചാഞ്ഞ് ഫ്ലെക്സിബിൾ ആയിട്ട് അല്ലെ, ആ ഫ്ലെക്സിബിൾ ആയിട്ട് എല്ലാം സറണ്ടേർഡ് ആയിട്ടാണ് ഈ ചെടി വളരുന്നത്. സ്വയം എന്താ പറയാ, ബെൻഡ് ആയിട്ട് സറണ്ടേർഡ് ആയിട്ടാണ് ആ സൂര്യപ്രകാശത്തിലേക്ക് പോകുന്നത് എന്ന് പറഞ്ഞ പോലെ, ഇവിടെ സത്യം പറഞ്ഞാല് ഒരു വ്യക്തിയെ ഒരു അടിമ എന്ന അവസ്ഥ വരെ എത്തിക്കാൻ പറ്റുന്ന ഒരു ഇമോഷണൽ ഡ്രഗ് ആണ് അറ്റാച്ച്മെന്റ്. സത്യം പറഞ്ഞാല് നമ്മൾ പലപ്പോഴും ഡ്രഗ്സിനെ കുറിച്ച് പറയാറുണ്ട്, മക്കൾ ഡ്രഗ്സിന് അഡിക്റ്റ് ആവുന്ന, അല്ലെങ്കിൽ അതിനുള്ള ലഹരി വിരുദ്ധ ക്ലാസ്സുകൾ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്. പക്ഷെ നമ്മളൊക്കെ എത്രത്തോളം ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റിലും, ആ ഒരു ഇമോഷണൽ ഡ്രഗ് എന്ന് പറയുന്നത് മനുഷ്യനെ, നിങ്ങൾ ആലോചിച്ച് നോക്കണം, മനുഷ്യനെ ഒരു അടിമ എന്ന് പറയുന്ന, കംപ്ലീറ്റ്ലി സറണ്ടേർഡ് ആയിട്ട് എൻ്റെ എല്ലാം മാറ്റിവെക്കുന്ന, എൻ്റെ സമയവും എൻ്റെ എഫേർട്ടും എൻ്റെ എനർജിയും എല്ലാം ഞാൻ കൊടുത്തിട്ട് എനിക്ക് സ്വന്തമായിട്ട് ഒരു അഭിപ്രായവും ഇല്ലാതെ, ഡ്രഗ്സ് അങ്ങനെയാണല്ലേ, ഡ്രഗ്സിലേക്ക് നമ്മൾ അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മളെന്ന് പറയുന്ന പേഴ്സണാലിറ്റി അവിടെ ഇല്ല, നമ്മളെന്ന് പറയുന്ന ഇൻഡിവിജ്വാലിറ്റി ഇല്ല, നമ്മളെന്ന് പറയുന്ന പ്യൂരിറ്റി അവിടെ ഇല്ല, എല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. അതേപോലെ തന്നെ ആരോടാണോ നമ്മൾ ഓവർ അറ്റാച്ച്മെന്റ് ആയിരിക്കുന്നത്, ഇത്തരത്തിലൊരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് മുമ്പിൽ അറ്റാച്ച്ഡ് ആയിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ ചോദിച്ചാൽ, അവിടെ നമ്മുടെ എല്ലാം, നമ്മുടെ പ്രയോറിറ്റി, നമ്മുടെ കംഫർട്ട് സോൺ ആയി അത് മാറുകയാണ്.
നമ്മുടെ കംഫർട്ട് സോൺ, അതിന് പുറത്തേക്ക് എനിക്കൊരു ലോകം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇതാണ് പലപ്പോഴും നമ്മുടെ മക്കൾക്ക് മാത്രമല്ല ഓവർ അറ്റാച്ച്ഡ് ആവുന്ന എല്ലാ ആളുകൾക്കും പറ്റുന്നത്. ആ അറ്റാച്ച്മെന്റ് നഷ്ടപ്പെടും. അറ്റാച്ച്മെന്റിലായിരിക്കുമ്പോൾ അതെന്റെ കംഫർട്ട് സോണാണ്, അവിടെ ഞാൻ ഹാപ്പിയാണ്, അവിടെ എന്താണ് ഞാൻ ഓക്കെയാണ്, നമ്മുടെ പ്രയോറിറ്റി അവിടെയാണ്, നമ്മുടെ ടൈം അവിടെയാണ്, നമ്മുടെ ഡിസിപ്ലിൻ ചിലപ്പോൾ നമ്മൾ ആ അറ്റാച്ച്മെന്റിന് വേണ്ടി നമ്മൾ ഫ്ലെക്സിബിൾ ആക്കുകയാണ്. നല്ല രീതിയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമ്മുടെ ഡിസിപ്ലിൻ പോലും, നമ്മുടെ ടൈം, നമ്മുടെ എഫേർട്ട് എല്ലാം വിട്ടുകൊടുത്തിട്ട്, ഇപ്പൊ എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറയുന്നത്, അത്തരത്തിൽ ലൈഫിന് പോലും തകർന്ന് ലാസ്റ്റ് എപ്പോഴത് തകർച്ചയിലേക്ക് എത്തപ്പെടാന്ന് ചോദിച്ചാൽ എല്ലാം അവിടെ കൊടുക്കുകയാണ്, സറണ്ടേർഡ് ആണ്, ഒന്നും നമുക്ക് പ്രയോറിറ്റി ഇല്ല. നമ്മളെന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മളെന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വാലിറ്റി, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹു ആം ഐ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ആം ദ പവർഫുൾ ക്രിയേഷൻ ആണ്, പവർഫുൾ ക്രിയേറ്റർ ആണ് അല്ലെ. ഒരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്, എനിക്ക് സ്വന്തമായ ഒരു പ്യൂരിറ്റി ഉണ്ട്, ഒരു ഡിവൈൻ സോൾ എൻ്റെ ഉള്ളിലുണ്ട്. എങ്കിൽ അതിനൊന്നും ഇമ്പോർട്ടൻസ് കൊടുക്കാതെ എല്ലാം നമ്മൾ ഒരു വ്യക്തിക്ക് മുന്നിലോ അല്ലെങ്കിൽ ഒരു വസ്തുവിന് മുന്നിലോ നമ്മൾ അടിയറവ് വെച്ച് ഒന്നും ഒരു റെസ്ട്രിക്ഷനും ഇല്ല, ഒന്നിനും ഒരു എന്താ പറയാ ഒരു ബൗണ്ടറി ഇല്ല, ഒരു നോ എന്ന് പറയുന്ന വാക്കില്ല, എല്ലാത്തിനും ഞാൻ സറണ്ടേർഡ് ആണെങ്കിൽ അത് നമ്മൾ പറയും അൺകണ്ടീഷണൽ ലവ് ആണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ചിലർ പറയും കംപ്ലീറ്റ്ലി സറണ്ടേർഡ് ആണ് അവിടെ. എൻ്റെ ചോദ്യം, ഇത് ഒരു സേഫ് ആയിട്ടുള്ള മെത്തേഡ് ഓഫ് ഇത് നമുക്ക് ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് സേഫ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ചില സംഗതി ആണോ ഇത്? അല്ലെങ്കിൽ ഇത് നമുക്ക് സേഫ് ആണോ? നമ്മളിവിടെ ആണോ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളുടെ ആയാലും നമ്മുടെ ആയാലും ലൈഫ് സേഫ് ആണോ? വാട്ട് ഡു യു തിങ്ക്? ഷോൾഡർ ടു ക്രൈ ഓൺ എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ, അത് വേണമെന്നൊക്കെ. അപ്പൊ എന്തായാലും ഇത് സേഫ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ പറയുന്നുണ്ട്, ചില ആളുകൾ പറയും എനിക്ക് അവിടെ നിന്ന് കെയർ കിട്ടുന്നുണ്ട്, എനിക്കൊരു ആശ്വാസം കിട്ടുന്നുണ്ട്, എനിക്ക് സ്നേഹം കിട്ടുന്നുണ്ട്, എനിക്ക് സ്നേഹം കിട്ടുന്നോണ്ടല്ലേ, എനിക്ക് സമാധാനം കിട്ടുന്നോണ്ടല്ലേ എന്ന്. ജനുവിനാണ് ചോദ്യം, ജനുവിനാണ്. എനിക്ക് കിട്ടേണ്ടതെല്ലാം കിട്ടുന്നുണ്ട്, എനിക്ക് മനസ്സിന് സന്തോഷമുണ്ട്, സമാധാനം, ഇതല്ലേ ഒരു മനുഷ്യന് വേണ്ടതെന്നൊക്കെ നമുക്ക് ഫിലോസഫിക്കലി ചോദിക്കാം. ഒരു മനുഷ്യന് വേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇമോഷണൽ സപ്പോർട്ട് വേണം, സമാധാനം വേണം. എനിക്ക് ആ സമാധാനം സപ്പോർട്ടൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കുറച്ച് സമയം കൊടുക്കുന്നതിന് എന്താ? അല്ലെങ്കിൽ എന്ന് പറഞ്ഞതൊന്നും അവിടെ അറ്റാച്ച്മെന്റ് ഒട്ടും വേണ്ട എന്നല്ല ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്, ഒരു വേർഡാണ് അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്. പക്ഷെ ഒരിക്കലും എപ്പോഴെങ്കിലും ഈ ഒരു എനർജി, നമുക്ക് കിട്ടുന്ന എനർജി, ആ എനർജിയിലായിരിക്കും, അറ്റാച്ച്മെന്റ് എന്ന് പറയുന്ന അവസ്ഥയിലായിരിക്കുമ്പോൾ, ആ കംഫർട്ടിലായിരിക്കുമ്പോൾ, ആ ഒരു അവസ്ഥയിലായിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എനർജി ഉണ്ട്. ഷോൾഡർ ടു ക്രൈ ഓൺ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാനുള്ള, നമുക്ക് നമ്മുടെ സന്തോഷം സങ്കടമൊക്കെ ഷെയർ ചെയ്യാനുള്ള നമുക്കൊരു എനർജി ഫീൽ ചെയ്യുന്ന അല്ലെ. പണം ഒരു അറ്റാച്ച്മെന്റ് ആണ്, പണത്തിനുള്ള അറ്റാച്ച്മെന്റ്. പണം ഉണ്ടെങ്കിൽ നമ്മൾ ഓക്കെയാണ് അല്ലെ, അത് ഒരു സംഭവമാണ്. അപ്പൊ അവിടെ നമുക്ക് കിട്ടുന്ന എനർജി ഞാൻ ചോദിക്കട്ടെ, ആ ഒരു സോഴ്സ് ഓഫ് എനർജി നമ്മൾ കണ്ടെത്തുകയാണ്. ഇവിടെ നമ്മൾ ആക്ച്വലി ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ വി ആർ ആക്സസിങ് എ സോഴ്സ് ഓഫ് എനർജി അല്ലെ. അതൊരു നാച്ചുറൽ സോഴ്സ് ഓഫ് എനർജി ആണോ എന്ന് ചോദിച്ചാൽ അവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. ഈ അറ്റാച്ച്മെന്റിലായിരിക്കുന്ന സമയത്ത് ആ വ്യക്തി വളരെ എനർജി ആയിരിക്കും, വളരെ ഹാപ്പി ആയിരിക്കും അല്ലെ. ഒരു റിലേഷൻഷിപ്പിലൊക്കെ ഇങ്ങനെ ആയിരിക്കുന്ന സമയത്ത് ആ എനർജി ഒരു സോഴ്സിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ ചോദിക്കട്ടെ, ആ ഒരു എനർജി ആയിരിക്കും നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. പലപ്പോഴും പാരന്റ്സ് വന്ന് പറയാറുണ്ട്, പിന്നെ മക്കളുടെ ഈ എന്താ പറയാ കൗൺസിലിങ്ങിലൊക്കെ പ്രണയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് പലപ്പോഴും അവരങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ അറ്റാച്ച്മെന്റ് എവിടെയോ സംതിങ് മിസ്സിംഗ് ആയിട്ട് പോകുന്നതാണ്. പക്ഷെ കുട്ടികൾ അങ്ങനെ പോയിട്ട് കുട്ടികൾക്കൊരു അവസ്ഥയിൽ എത്തുമ്പോൾ അത് റിയൽ ലവ് ആണോ അല്ലെങ്കിൽ അതൊരു ജസ്റ്റ് ഒരു ഇമോഷണൽ കണക്ഷൻ ആണോ അറ്റാച്ച്മെന്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയായിട്ട് കൗൺസിലിങ്ങിലേക്ക് എത്തുമ്പോൾ അവർക്ക് മനസ്സിലാകും. കാരണം അവരപ്പ ഹാപ്പിയാണ്, അവർക്ക് ആ എനർജി കിട്ടുന്നുണ്ടെങ്കിൽ ആ എനർജി എന്ന് പറയുന്ന സോഴ്സ് ഏതെങ്കിലും ഒരു നിമിഷം അത് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ, കാരണം നമ്മളൊക്കെ മനുഷ്യന്മാരാണ് അല്ലെ, ആരും പെർമനന്റ് അല്ല. ആ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു പ്രത്യേക സോഴ്സിൽ മാത്രം നമ്മൾ ഒരു എനർജി എന്ന് പറഞ്ഞിട്ട് ആ ഒരു വ്യക്തിയുമായിട്ട് അറ്റാച്ച്ഡ് ആവുന്ന സമയത്ത് ആ വ്യക്തി നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ, അത് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ചാലക ശക്തിയായി മാറുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു സോഴ്സ് ആവുന്നുണ്ടെങ്കിൽ, എപ്പോഴെങ്കിലും ആ ഒരു സോഴ്സ് നമ്മുടെ ലൈഫിൽ സ്റ്റോപ്പ് ആയി കഴിഞ്ഞാൽ, ആ ഒരു എനർജി ഇല്ലാണ്ടായി കഴിഞ്ഞാൽ അല്ലെ, നമ്മൾ സത്യം പറഞ്ഞാല് ഒരിക്കലും മനുഷ്യന് ഒരുപാട് പവർ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരുപാട് ശക്തി ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ അതൊരിക്കലും ഒരു അൺലിമിറ്റഡ് സോഴ്സ് ഓഫ് എനർജി എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. അത് മനുഷ്യനല്ല ഒരിക്കലും അല്ലെ. ആ ഒരു നമ്മൾ എപ്പോഴും കണക്റ്റഡ് ആയിട്ടിരിക്കേണ്ടത്, അറ്റാച്ച്മെന്റിന് പകരം നമ്മൾ കണക്റ്റഡ് ആയിട്ടിരിക്കാന്ന് പറയാം. പക്ഷെ ആ കണക്ഷൻ പോലും നമ്മളായിട്ടിരിക്കേണ്ടത് ഒരു അൺലിമിറ്റഡ് സോഴ്സ് ഓഫ് എനർജിയിലാണെങ്കിൽ, അതിലേക്കാണെങ്കിൽ ഒരിക്കലും നമ്മൾ ഡ്രെയിൻ ആവുന്നില്ല, നമ്മൾ ലോ ആവുന്നില്ല,
നമ്മൾ ലോ ആകുമ്പോഴൊക്കെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അറ്റാച്ച്മെന്റിൽ ആയിട്ടിരിക്കുന്ന ആളുകളിലേക്കോ വ്യക്തികളിലേക്കോ സംഭവങ്ങളിലേക്കോ നമ്മൾ പോകുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് വി ആർ കണ്ടിന്യൂസ്ലി ഗെറ്റിംഗ് ഡ്രെയിൻഡ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്താവുന്നുണ്ട്? ഡ്രെയിൻ ആയി പോകുന്നുണ്ട്. ദാറ്റ് മീൻസ് വി ആർ നോട്ട് കണക്റ്റഡ് ടു അൻ അൺലിമിറ്റഡ് സോഴ്സ് ഓഫ് എനർജി. ഒരു അൺലിമിറ്റഡ് സോഴ്സ് ഓഫ് എനർജിയിലേക്ക് നമ്മൾ എന്തല്ല, കണക്റ്റഡ് അല്ല. അങ്ങനെ എനർജി സോഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ആ ഒരു ആക്സസ് നമ്മൾ അതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ, അപ്പൊ അത് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് അറിയില്ല എവിടെയാണ് ആ എനർജി എന്നുള്ളത്. നമ്മൾ വ്യക്തികളുമായിട്ട് അറ്റാച്ച്ഡ് ആവുന്ന സമയത്ത്, അല്ലെങ്കിൽ അൺലിമിറ്റഡ് സോഴ്സ് ഓഫ് എനർജി ഉണ്ട് ഇല്ലേ? ഏതാണ് അൺലിമിറ്റഡ് സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത്? ഏതാണ്? നമുക്ക് ഉള്ളിൽ തന്നെ ഒരു എനർജി സോഴ്സ് ഉണ്ട് അല്ലേ? അപ്പൊ നമ്മൾ ഇങ്ങനെ മാറുന്ന സമയത്ത് ഞാൻ പറഞ്ഞത്, നമ്മുടെ പ്രയോറിറ്റി മാറുന്നു, നമ്മുടെ ടൈം നമ്മൾ കൊടുക്കുന്നു, എഫേർട്ട് കൊടുക്കുന്നു, പകരം നമ്മൾ അതിൽ നിന്ന് ചാർജ് ആകുന്ന സമയത്ത് ഒരിക്കലും ഞാൻ ഈ പറഞ്ഞ പോലെ ഒരിക്കലും ഒരു വ്യക്തിക്ക് ഒരു വ്യക്തിയുടെ പ്രയോറിറ്റി മരണം വരെ ഒരാൾ തന്നെ ആയിരിക്കില്ല. അത് നിങ്ങൾ എഗ്രി. ഞാൻ എപ്പോഴും കുട്ടികളോട് പറയുന്ന ഒരു കാര്യമാണ്, സ്കൂളിലൊക്കെ കുട്ടികളോട് പറയുന്ന ഒരു കാര്യമാണ്. അവരിങ്ങനെ എന്തെങ്കിലും അഫയേഴ്സോ കാര്യങ്ങളൊക്കെ ആവുന്ന സമയത്ത് നിങ്ങൾ ഓവർ അറ്റാച്ച്ഡ് ആയി കഴിഞ്ഞാൽ ഒരിക്കലും ഒരു മനുഷ്യന്റെ പ്രയോറിറ്റി മറ്റൊരു മനുഷ്യൻ മാത്രമല്ല. ഓരോ സമയത്തും പ്രയോറിറ്റി മാറും അല്ലെ? ഒരമ്മയ്ക്ക് കുഞ്ഞുണ്ടായ ഉടനെ കുഞ്ഞാണ് പ്രയോറിറ്റി എങ്കിൽ കുറെ കഴിയുമ്പോൾ അത് മാറും അല്ലെ? കുട്ടിക്ക് അമ്മയാണ് പ്രയോറിറ്റി എങ്കിൽ കുട്ടി വളരുമ്പോൾ കുട്ടിയുടെ പ്രയോറിറ്റി മാറി, വിവാഹം കഴിയുമ്പോൾ പ്രയോറിറ്റി മാറി, ആ കുട്ടി മറ്റൊരു കുട്ടിക്ക് ജന്മം കൊടുക്കുമ്പോൾ പ്രയോറിറ്റി മാറി. അപ്പൊ നമ്മൾ ഒരാളിൽ തന്നെ ഇങ്ങനെ ഒട്ടി നിൽക്കുന്ന സമയത്ത് ആ ആൾക്ക് നമ്മൾ ഒരു തലവേദനയായി മാറുന്നുണ്ടെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കിയേ, ആ അറ്റാച്ച്മെന്റ് എത്രത്തോളം ഭീകരമാണ് അല്ലെ? പലരും പറയാറുണ്ട്, ഞാൻ പലരും പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്, പറയാറുണ്ട് ഞങ്ങൾ തമ്മിൽ എന്താണ് ഒരു വല്ലാത്തൊരു ആത്മബന്ധാന്നൊക്കെ പറയും ചിലർ അല്ലെ? ആത്മബന്ധമാണ്, നമ്മുടെ ബന്ധം പവിത്രമാണ്, പാവനമാണ്, പരിശുദ്ധമാണ്, നമ്മൾ തമ്മിൽ ആത്മബന്ധമാണ് അല്ലെ? നമ്മളെ പിരിക്കാൻ ദൈവം വിചാരിച്ചാൽ പോലും കഴിയില്ല എന്നൊക്കെ ഫിലോസഫിക്കലി പറയുന്നവരുണ്ട് അല്ലേ? എന്താ ശരിക്കും ആത്മബന്ധം എന്ന് പറഞ്ഞാൽ എന്താ? ആത്മബന്ധം എന്ന് പറഞ്ഞാൽ ആത്മാവിൽ നിന്നുള്ള, ആത്മാവ് ചേർന്നിരിക്കുന്ന ഇടത്തേക്കുള്ള ബന്ധമാണ് ആത്മബന്ധം എന്ന് പറയുന്നത്. ഈ ആത്മബന്ധം എനിക്ക് ഉണ്ടാവേണ്ടത് എൻ്റെ ആത്മാവുമായിട്ടാണെങ്കിൽ, എൻ്റെ ഇന്നർ സെൽഫുമായിട്ടാണെങ്കിൽ അതിനെ മൈൻഡ് വെക്കാതെ അത് ഒന്നുമല്ലാതാക്കിക്കൊണ്ടാണ് എൻ്റെ എല്ലാം നീയാണ്, എൻ്റെ എല്ലാം ഇന്നതാണ് എന്ന് നമ്മൾ മറ്റൊരു പവറിലേക്ക്, മറ്റൊരു സോഴ്സിലേക്ക് നമ്മൾ ആക്സസ് കൊടുക്കുമ്പോൾ എന്നെ ഞാനാക്കി നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന, എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന, എന്നെ ശ്വസിപ്പിക്കുന്ന എന്നിലുള്ള ആ ഒരു ദിവ്യ ചൈതന്യം എന്ന് പറയുന്നതിനെ അതിന് ഒരു വിലയുമില്ലാതെ, അല്ലെങ്കിൽ അതാണ് എല്ലാം എന്നുള്ളത് മനസ്സിലാക്കാതെ ഞാൻ മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ യഥാർത്ഥ പവറിനെ പുറത്തെടുക്കാൻ എനിക്ക് കഴിയോ? ഒരിക്കലും കഴിയില്ല. ഒരിക്കലും നമുക്കതിനെ കഴിയില്ല. ആത്മബന്ധം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇതില്ലാതെ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോവാൻ, അല്ലെങ്കിൽ ആത്മാവിൽ നിന്നുള്ള ആ ബന്ധം എന്ന് പറഞ്ഞാല് അല്ലെ, ആത്മാവ് ചേർന്നിരിക്കുന്ന ബന്ധം എന്ന് പറഞ്ഞാൽ അതൊരിക്കലും പിടിച്ചു വെക്കലോ കിട്ടിയില്ലെങ്കിൽ വേദന ഉണ്ടാക്കുന്നതോ അല്ല. എപ്പോഴും അത് വിട്ടുകൊടുക്കുന്ന, പരമകാരുണ്യം കാണിക്കുന്ന, അത് ഒന്നിൽ മാത്രം ഫോക്കസ്ഡ് ആവാത്ത, ഒന്നിനെ മാത്രം അല്ലെ, ഇത് ഒരിക്കലും മറ്റൊന്നിനെ ഒരു ഫ്രീഡം കൊടുക്കാത്ത അവസ്ഥയിലേക്ക് പിടിച്ചു കെട്ടി ചങ്ങലക്കിടുന്ന ഒരവസ്ഥയല്ല എന്ത് ആത്മബന്ധം എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ആ ഒരു ആത്മബന്ധം ഒരിക്കലും പിടിച്ചു വെക്കലോ എനിക്ക് ഇല്ലെങ്കിൽ കഴിയില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇതൊരു തരം ഇമോഷണൽ ടോർച്ചറിങ് ആണ്. പലരും പറയും ഭയങ്കര ടോർച്ചറാണ്. ഒരുപാട് ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അടുത്ത് വരുന്ന കേസുകൾ തന്നെ പറയാറ് ഭയങ്കര സ്നേഹമായിരുന്നു, നല്ല റിലേഷൻഷിപ്പ് ആയിരുന്നു, ഞാൻ ഇല്ലാതെ പറ്റില്ല എന്നുള്ള അവസ്ഥ, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ആയിരുന്നു, പക്ഷെ ഇപ്പൊ ഒരു തരം ടോർച്ചറിങ് ആയി മാറിയിട്ടുണ്ട്. ഇതാണ് ഇമോഷണൽ ടോർച്ചറിങ് എന്ന് പറയുന്നത്. എന്തിന്റെ പേരിൽ? എൻ്റെ ഇഷ്ടം കൊണ്ടാണ്, എൻ്റെ സ്നേഹം കൊണ്ടാണ്. ഇഷ്ടം എന്ന് പറയുന്നത് എന്നെ പിടിച്ചു വെക്കലാണ് അല്ലെ? ഇതൊരു തരത്തില് നമ്മുടെ മൊത്തം എനർജിയെ, നമ്മുടെ ലൈഫിനെ മൊത്തം ആ ടോർച്ചറിങ് എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ലൈഫിനെ മൊത്തം നമ്മൾ എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം, മറ്റൊരാൾ കൺട്രോൾ ചെയ്യുന്ന തരത്തിലേക്ക് നമ്മൾ നമ്മുടെ ലൈഫിന്റെ, നമ്മുടെ സമയത്തെ, നമ്മുടെ പ്രഷ്യസ് ആയിട്ടുള്ള സമയത്തെ, നമ്മുടെ എഫേർട്ടിനെ, എനർജിയെ എല്ലാം വിട്ടുകൊടുത്ത് എല്ലാം നിങ്ങളുടെ കാൽക്കീഴിൽ സറണ്ടേർഡ് ആണ് എന്നൊരവസ്ഥയിൽ ആ വ്യക്തി പറഞ്ഞ പോലെ ഇല്ലാതെ പറ്റില്ല എന്നൊക്കെ പറയുന്ന സമയത്ത്
നമ്മുടെ മൈൻഡിന്റെയും നമ്മുടെ ലൈഫിന്റെയും നമ്മുടെ സമയത്തിന്റെയും നമ്മുടെ എല്ലാം കൺട്രോൾ കൊടുക്കുമ്പോൾ അത് നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ അതൊരു മറ്റൊരാളുടെ കയ്യിലാണെങ്കിൽ ആ ടോർച്ചറിങ്ങിലായിരിക്കുക എന്ന് പറഞ്ഞാൽ അത്രത്തോളം പരാജയം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ജീവിതം എന്ന് പറഞ്ഞ തന്നെ നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു പരാജയമാണ്, അല്ലേ? അപ്പൊ എല്ലാ കാര്യങ്ങളും മറ്റൊരാളുടെ കയ്യിൽ കൊടുത്തിട്ട് ജീവിച്ചിരിക്കുന്ന എന്ന് പറഞ്ഞാൽ അത്രത്തോളം ദയനീയമായ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കിയ നിങ്ങൾ. അങ്ങനെ തോന്നിയിട്ടില്ലേ? അങ്ങനെ തോന്നുന്നവരുണ്ട് ഇവിടെ. പലപ്പോഴും പലർക്കും എങ്ങനെയാന്ന് എനിക്കറിയില്ല, അങ്ങനെ തോന്നിയിട്ടുള്ള ആ ടോർച്ചറിങ് ആയിട്ട് എങ്ങനെയെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് ഒന്ന് ബ്രേക്ക് ചെയ്താൽ മതിയായിരുന്നു എന്നുള്ള അവസ്ഥയിൽ. അതല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ പ്രയോറിറ്റി മാറുമ്പോ, കാരണം മനുഷ്യന്മാർ ഒരുപാട് അവസ്ഥകളിലൂടെ കടന്നു പോകും. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ പ്രയോറിറ്റി മാറുമ്പോഴും ഞാനല്ല അവരുടെ പ്രയോറിറ്റി എന്ന് മനസ്സിലാകുമ്പോൾ, അതിൽ നിന്ന് നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന എനർജി കിട്ടാതിരിക്കുമ്പോ എന്താണ്, ഞാൻ ഡ്രെയിൻ ആവാണ്, എൻ്റെ ഊർജം കംപ്ലീറ്റ്ലി ചോർന്നു പോവാണ്. അപ്പോഴും എൻ്റെ ഉള്ളിലുള്ള ഞാൻ എന്ന് പറയുന്ന ആ ആത്മബന്ധം എന്ന് പറയുന്ന ആത്മാവുമായിട്ടുള്ള ബന്ധം അവിടെ അപ്പോഴാണ് ഞാൻ പടച്ചോനെ എന്ന് വിളിക്കുക, എന്നെ ഒന്ന് സഹായിക്കണം, എന്നെ കേൾക്കാൻ ആരുമില്ല പടച്ചോനെ എന്ന് വിളിക്കുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന, അതുവരെ ഞാൻ അങ്ങനെ വിളിച്ചോ ഇല്ലേ എന്നുള്ളത്, അല്ലെ? ആത്മബന്ധം എന്ന് പറയുന്നപ്പോൾ ഞാൻ പറഞ്ഞു ആത്മാവുമായിട്ടുള്ള ബന്ധമാണെന്ന് പറഞ്ഞു, അല്ലെ? അതൊരു തരം പ്ലേറ്റോണിക് ലവ് എന്നൊക്കെ പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതൊരിക്കലും എന്താ പറയുക ഫിസിക്കൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ കൂടെ ഇല്ലാതിരിക്കുമ്പോഴും സമീപത്തില്ലാതിരിക്കുമ്പോഴും നമുക്ക് ആ ഫീൽ ഗുഡ് എന്നുള്ള ഒരു അവസ്ഥയിൽ, അല്ലെ? ആ അവസ്ഥയിൽ നമുക്ക് നമ്മുടെ കൂടെ ഇല്ലെങ്കിലും നമ്മൾ ഓക്കെ ആണ് എന്നുള്ള അവസ്ഥയിൽ വിട്ടുകൊടുക്കലാണ്. അല്ലാതെ എപ്പോഴും കൂടെ വേണമെന്ന് പറഞ്ഞ് കെട്ടിയിടലല്ല ഒരിക്കലും. ആ കെട്ടിയിടൽ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഓവർ അറ്റാച്ച്മെന്റ് ആണ്. അത് എന്താണ്, അഡിക്ഷനിലേക്ക് നമ്മൾ പോവാണ്, അല്ലേ? അപ്പൊ ആദ്യം എനിക്ക് ഉണ്ടാവേണ്ട ബന്ധം അല്ലെങ്കിൽ ആത്മബന്ധം എന്ന് പറയുന്നത്, ആദ്യം ഞാൻ ഉണ്ടാക്കിയെടുക്കേണ്ട ബന്ധം എൻ്റെ ഉള്ളിലുള്ള ഞാനുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുമ്പോഴേ എനിക്ക് പുള്ളി ആരൊക്കെ ഇല്ലെങ്കിൽ പോലും, എൻ്റെ ലൈഫിൽ മറ്റാരും ഇല്ലെങ്കിൽ പോലും ഞാനുമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ, ഇവിടെ ഒരിക്കലും നിങ്ങൾ ഞാനുമായിട്ട് കണക്റ്റഡ് ആവാന്ന് പറയുമ്പോൾ നമ്മൾ സെൽഫ് ലവ് എന്ന് പറയുന്ന കൺസെപ്റ്റ് അങ്ങനെ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിലേക്ക് തെറ്റായ രീതിയിൽ പോകരുത്. അല്ലെങ്കിൽ ഞാൻ എന്ന് പറയുന്ന ഞാനാണ് എല്ലാം, ഞാൻ ഉണ്ടെങ്കിൽ ഓക്കെയാണ്, എനിക്ക് ഞാൻ തന്നെ മതി എന്ന് പറയുന്ന ഒരു സെൽഫിഷ് മെന്റാലിറ്റിയോ അല്ലെങ്കിൽ ഞാൻ ഓക്കെ ഐ ആം ഇന്നഫ് എന്ന് പറയുന്ന ഒരു ഈഗോ സ്റ്റേറ്റോ അല്ല, അല്ലെ? ഈ ഒരു സ്റ്റേറ്റ് അല്ല. എനിക്ക് എന്തിലൂടെ മാത്രമേ, അല്ലെങ്കിൽ ഞാനുമായിട്ടുള്ള ബന്ധത്തിലൂടെ മാത്രമേ എനിക്ക് എത്തേണ്ടടുത്ത് എത്താൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ആ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ അൺലിമിറ്റഡ് സോഴ്സ് ഓഫ് എനർജിയെ നമുക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ, അതിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ അത് എന്നിലൂടെ മാത്രമേ കഴിയുകയുള്ളൂ. അപ്പൊ അങ്ങനെ ആലോചിച്ച് നോക്കിയേ, എനിക്ക് എന്തെല്ലാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് ഉണ്ട്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു, അല്ലെ? ഒരുപാട് അൺലിമിറ്റഡ് ടൈം, എനിക്ക് അൺലിമിറ്റഡ് അല്ല, എനിക്ക് അനുവദിച്ചു തന്നിട്ടുള്ള സമയമുണ്ട്. ഇതിനൊന്നും വാല്യൂ കൽപ്പിക്കാതെ ഞാൻ മറ്റു പലതിനോടും അറ്റാച്ച്ഡ് ആയിട്ട് പോവുക എന്ന് പറയുമ്പോൾ അവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന എന്താ സംഭവിക്കുന്നത്, അല്ലേ? അവിടെ ഇതില്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ, എനിക്ക് ആരുമില്ലെങ്കിൽ പോലും, ആരെന്നെ നോക്കിയിട്ടില്ലെങ്കിൽ പോലും, ആരും ചെയ്തിട്ടില്ലെങ്കിൽ പോലും എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്ന അവസ്ഥയിൽ ഞാൻ എത്തുമ്പോൾ മറ്റാരെയും നിഷേധിക്കലോ ഒഴിവാക്കലോ ഒന്നുമല്ല, ഒരു തരം ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെന്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അവരെ ഫിസിക്കലി ഡിറ്റാച്ച് ചെയ്യലോ ഒഴിവാക്കലോ അല്ല. പക്ഷെ ആരെയും ഇവിടെ അറ്റാച്ച്മെന്റ് എന്ന് പറയുമ്പോൾ വ്യക്തികൾ മാത്രമല്ല, പാസ്റ്റിനോട് അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്ന, പാസ്റ്റിൽ കഴിഞ്ഞ കാര്യങ്ങൾ അറ്റാച്ച്ഡ് ആയിട്ട് ഒട്ടി നിൽക്കുന്ന, വിട്ടുകളയാത്ത, അല്ലെ? അത് പുറത്തു കൊടുക്കാത്ത ആളുകളുണ്ട്. ഫ്യൂച്ചറിൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. ആൻസൈറ്റി, ഫ്യൂച്ചർ എന്താകുമെന്നുള്ള അതിനോട് അറ്റാച്ച്ഡ് ആയിട്ട് പ്രസന്റ് മൊമെന്റിനെ കളയുന്ന അങ്ങനെയുള്ള ആളുകളുണ്ട്. അപ്പൊ ആ ഒരു ആത്മബന്ധത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് ഫിസിക്കലി നമുക്ക് ഇല്ലാതിരിക്കുമ്പോഴും കാണാതിരിക്കുമ്പോഴും അസാന്നിധ്യത്തിൽ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്ന ഫീലിംഗ് മനസ്സിലാവുന്നുണ്ടോ? റിയൽ അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ റിയൽ കണക്ഷൻ അല്ലെങ്കിൽ റിയൽ ലവ് അല്ലെങ്കിൽ റിയൽ പ്ലേറ്റോണിക് കണക്ഷൻ എന്ന് പറയുന്നത് അസാന്നിധ്യത്തിലും സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്ന ഫീലിംഗ് നമുക്ക് ഉണ്ടെങ്കിൽ, അതിന് നമ്മൾ ഓക്കെ ആണെങ്കിൽ, അങ്ങനെ നമുക്ക് കണക്റ്റഡ് ആവാൻ കഴിയുന്നില്ലെങ്കിൽ അവിടെയാണ് നമ്മൾ ആത്മബന്ധം നിലനിർത്തുന്നവരാവുന്നത്. അല്ലാതെ ഒരിക്കലും നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും, ചില ആളുകൾ, വ്യക്തികൾ നമ്മുടെ ലൈഫിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും മരിച്ചു പോകാം. മക്കൾ മരിച്ചു പോകുന്ന പാരൻസ് മരിച്ചു പോകുന്ന മക്കള്, ഇവർക്കൊക്കെ നമുക്ക് സഹിക്കാൻ പറ്റാത്തതാണ്. ഒരു മനുഷ്യന്റെ വേർപാട് അത്രമേൽ സ്നേഹിച്ച മറ്റൊരു വ്യക്തിക്ക് മറക്കാൻ കഴിയാത്തതാണ്. എങ്കിലും ആ അറ്റാച്ച്മെന്റിൽ
സ്വന്തം എനർജിയെ, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എനർജി എടുത്തുകൊണ്ടിരുന്നത് അവരിൽ നിന്നായിരുന്നു. നമ്മളിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന എനർജി അവരുടേതായിരുന്നു. ആ ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ ഓൾവേസ് നമുക്ക് എനർജി തരാൻ ആ വ്യക്തിക്കോ ആ സാഹചര്യത്തിനോ കഴിയണമെന്നില്ല. അത് ഇല്ലാണ്ടാവുന്ന അവസ്ഥയിൽ നമ്മൾ ഡ്രെയിൻ ആവാതിരിക്കണമെങ്കിൽ വി ഹാവ് ടു കീപ് ദാറ്റ് സോൾ റിലേഷൻഷിപ്പ്. ആ ആത്മബന്ധം നമ്മളുമായിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് അവിടെ നമ്മൾ സെൽഫിനെ ഇതുവരെ എനിക്ക് പ്രയോറിറ്റി കൊടുക്കാതെ എൻ്റെ കാര്യങ്ങൾ മാറ്റി വെക്കുന്ന ലൈഫിലൂടെ കടന്നു പോകുന്നവർക്ക്, അല്ലേ? ഇത് പ്രണയബന്ധങ്ങളിലൊന്നും മാത്രമല്ല കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ പാരന്റ്സ് ആയാലും ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയാലും ഫ്രണ്ട്സ് തമ്മിലായാലൊക്കെ നമ്മൾ ഈ ഓവർ അറ്റാച്ച്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ എനർജിയെ നിയന്ത്രിക്കുന്നത്, ആലോചിച്ചാൽ മതി. നിങ്ങൾ എപ്പോഴാണ് കൂടുതൽ എനർജറ്റിക് ആവുന്നത്? നമ്മളെ എനർജിയെ നിയന്ത്രിക്കുന്നത് മറ്റൊരാളാണ്. അപ്പോൾ നമ്മൾ ആക്സസ് ചെയ്യുന്നത് ചിലപ്പോൾ അത് വളരെ നെഗറ്റീവ് ആയിട്ടുള്ളതായിരിക്കും. നമുക്ക് ഒരിക്കലും നമ്മുടെ ഉള്ളിലേക്ക് എടുക്കാൻ പറ്റാത്ത എനർജി ലെവൽ കീപ്പ് ചെയ്യുന്നവരായിരിക്കും, ആ സർക്കിൾ ഉള്ളവരായിരിക്കും. അപ്പൊ അതിൽ നമ്മൾ വർക്ക് ചെയ്യാന്ന് പറയുമ്പോൾ ഒരിക്കലും നമ്മുടെ ഉള്ളിലുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ ആ സോൾ ലെവലുള്ള ആൾക്ക് പോലും, നമ്മുടെ ഇന്നർ സെൽഫിന് പോലും അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത അവസ്ഥയിലായിരിക്കും. നമുക്ക് തന്നെ നമ്മളെ തന്നെ പണയം വെക്കാന്നൊക്കെ പറയും, അവർ അറ്റാച്ച്മെന്റ് ആവാന്ന് പറയുമ്പോൾ. ഇവിടെയാണ് പെയിന് വരുന്നത്. നമുക്ക് ഫ്രീഡം ഇല്ലാത്ത അവസ്ഥ പെയിനാണ്. സ്വാതന്ത്ര്യം ഇല്ലാത്ത അവസ്ഥ, തുറന്നു വിടലില്ല, പിടിച്ചു വെക്കലാണ്, എന്തിനും സമ്മതം ചോദിക്കേണ്ടി വരുന്ന ഈ അറ്റാച്ച്മെന്റ് ആണ് പിന്നെ അല്ലെ ഈ ഒരു എനർജി കിട്ടാതിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് മിസ്സിങ് ഫീലിംഗ്, അല്ലേ? മിസ്സിങ് ഫീലിംഗ് ഉണ്ടാവാറില്ലേ? കുട്ടികളൊക്കെ പറയുന്നതാണ്, നമ്മളൊക്കെ പറയുന്നതാണ്, എനിക്കൊരു മിസ്സിങ് ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലേ? വല്ലാത്തൊരു മിസ്സിങ്. കാരണം ആ സോഴ്സ് ഓഫ് എനർജി അവിടെ ബ്ലോക്ക് ആയിരിക്കുകയാണ്. ചില സമയത്ത് ബ്ലോക്ക് ആയിരിക്കുമ്പോൾ നമുക്ക് ആ എനർജി കിട്ടുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കണ്ടേ എവിടെ കിട്ടും ഒരു അൺലിമിറ്റഡ് സോഴ്സ് ഓഫ് എനർജി? ഇതൊരു വ്യക്തിക്ക് തരാൻ പറ്റുമോ? തരാൻ പറ്റുമോ? ഇത് ക്രിയേറ്റ് ചെയ്യാൻ, അല്ലേ? മനുഷ്യന് അറ്റാച്ച്മെന്റ് ഭയങ്കര, അല്ലെ? ആ ഒരു മനുഷ്യൻ എന്ന് പറയുന്ന പവർ അത് ഭയങ്കരമാണ്. ഒരു വ്യക്തിയോട് അറ്റാച്ച്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും, ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് പിന്നെ റോളില്ല. ആ ഒരു അത്രയും ഒരു റോളും ഇല്ലാതെ നമ്മുടെ റിമോട്ട് കൺട്രോൾ മൊത്തം ആ ആളുടെ കയ്യിൽ അങ്ങ് കൊടുത്തിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ചിലപ്പോൾ ഈ കൂട്ടത്തിൽ തന്നെ ഉണ്ടാകും, അല്ലെ? ഒരു പക്ഷെ അതിൽ നിന്ന് റിക്കവേർഡ് ആയിട്ടുള്ളവരുണ്ടാകും. കാരണം ഇന്ന് നമ്മളിലെ, കാരണം നമ്മൾ ഇന്ന് അല്ലെ നമ്മുടെ ഒരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ നമ്മുടെ പരിശുദ്ധമായ പാവനമായ യുണീക്ക് ആയിട്ടുള്ള ആ ഒരു ഇൻഡിവിജ്വൽ സ്റ്റേറ്റിനെ, ആ പ്യൂരിറ്റിയെ ഒന്നുമില്ലാതെ ഫുൾ കൺട്രോൾ മറ്റൊരാളുടെ കയ്യിൽ കൊടുക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇത് നമ്മൾ ഇങ്ങനെയൊക്കെ പറയാറുണ്ട്, ഞാൻ ജീവിക്കുന്നത് പോലും, പ്രത്യേകിച്ച് പാരന്റ്സ് ഒക്കെ പറയുന്ന ഡയലോഗാ, ഞാൻ ജീവിക്കുന്നത് പോലും നിനക്ക് വേണ്ടിയാണ്, നീയാണ് എൻ്റെ എല്ലാം, നീ ഇല്ലെങ്കിൽ ഞാനില്ല, ഇല്ലേ? ഇങ്ങനത്തെ എന്തൊക്കെല്ലാം ഡയലോഗ് നമ്മൾ പറയാറുണ്ട്, ഇല്ലേ? സത്യല്ലേ? യെസ് ഓർ നോ? പറയാറുണ്ടോ? നിങ്ങളൊന്ന് പറഞ്ഞേ, ഒന്ന് ചാറ്റ് ബോക്സ് എങ്കിലും ഒന്ന് യൂസ് ചെയ്തേ. ആരും ഇല്ല ഇവിടെ, ഞാൻ ആരെയും കാണുന്നില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു തമന്നയാണോ അത്? തന്നെയോ ആണോ? ഒരാളെ മാത്രം കാണുന്നുണ്ട്. അപ്പോ അങ്ങനെ പറയാറില്ലേ നമ്മൾ പറയാറുണ്ട്, നീയാണ് എനിക്കെല്ലാം, ജീവിക്കുന്നത് പോലും നിനക്ക് വേണ്ടിയാണ്, നീ ഇല്ലെങ്കിൽ ഞാനില്ല എന്നൊക്കെ പറയാറുണ്ട്. ഇതൊക്കെ നമ്മൾ പ്രണയത്തിലായിരിക്കുന്ന സമയത്ത്, അത് യഥാർത്ഥ പ്രണയമാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓവർ അറ്റാച്ച്മെന്റ് ആയിരിക്കുന്ന സമയത്താ പറയാ. ഈ ഡയലോഗ് നമ്മൾ മക്കളോടൊക്കെ പറയാറുണ്ട്, അല്ലെ? പാരന്റ്സ് മക്കളോട് ആയിട്ട് പറയുന്ന ഒരു ഡയലോഗാണ്, എൻ്റെ എല്ലാം നിനക്ക് വേണ്ടി മാറ്റി വെച്ചിട്ട്, എൻ്റെ ജീവിതം പോലും മാറ്റി വെച്ചിട്ടാണ് നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നത് എന്നൊക്കെ. അപ്പൊ എങ്ങനെയാ എല്ലാം നീയാണ് എന്ന് പറയുമ്പോൾ ലിറ്ററലി നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളെല്ലാം പഠിച്ച വിദ്യാഭ്യാസവും എല്ലാ വിവേകവും വെച്ചിട്ട് എല്ലാം നീയാണ് എന്ന് പറയുന്ന സമയത്ത്, അല്ലേ? എല്ലാം നിനക്ക് വേണ്ടിയാണ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ആ വ്യക്തിയെ അല്ലെങ്കിൽ ആ സംഭവത്തെ നമ്മൾ ശരിക്കും ഇലാഹാക്കി മാറ്റുകയാണ്, അല്ലേ? ഇലാഹ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ അതിനെ കൊണ്ടുപോവുകയാണ്. ശരിയല്ലേ? ശരിയല്ല? നിങ്ങൾ ഡിസഗ്രി ചെയ്യുന്നുണ്ടോ? അല്ലേ? നമ്മൾ അതിനെ ഇലാഹി എന്ന് പറയുന്ന, ഓക്കെ, അപ്പൊ എന്താ നമ്മൾ അതിനെ ഇലാഹി എന്ന് പറയുന്ന ഇമ്പോർട്ടൻസ് എന്നുള്ളതിനേക്കാളും ചിലപ്പോൾ എല്ലാം നീയാണ് എന്ന് പറയുന്ന, അത് വേറൊരു സെൻസിൽ ഞാൻ പറയാം, വേറൊരു തരത്തിൽ ഞാൻ പറയാം. നമ്മൾ ഊണിലും ഉറക്കിലും നീയാണെന്ന് പറയാറുണ്ട് ചില ആളുകൾ. പ്രണയത്തിലൊക്കെ ആയിരിക്കുന്ന സമയത്തല്ലേ ഊണിലും ഉറക്കിലും നീയാണ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അത് ഒരു തരം ദിക്റായി മാറാണ്, അല്ലേ?
എല്ലാവരെ അതിനു വേണ്ടിയാണെന്ന് പറയുമ്പോൾ ഒരു തരം അതിലേക്ക് നമ്മൾ അങ്ങനെ അറ്റാച്ച്ഡ് ആയിട്ട് നമ്മുടെ ആരാധനാ ഘട്ടങ്ങളിൽ പോലും അല്ലേ, നിങ്ങൾ ഭ്രാന്തനായ മജ്നുവിന്റെ കഥ ഓർക്കുന്നില്ലേ? മജ്നു ലൈല ലൈല എന്ന് പറഞ്ഞിട്ട് ഓടി നടന്ന് എല്ലാ സമയത്തും ഏതിലും ശ്വാസത്തിൽ പോലും ലൈല എന്ന് പറയുന്ന ആ ഒരു പ്രണയം എന്ന് പറയുന്ന അതുപോലെ എന്തിനോടാണോ അറ്റാച്ച്ഡ് ആയിരിക്കുന്നത് അതിനെ നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ദിക്റിൽ വരുന്നത്, ദിക്റ് നാവ് കൊണ്ട് ചെല്ലുന്നത് മാത്രമാണ്. നാവ് കൊണ്ട് നമ്മൾ തസ്ബീഹ് ചെല്ലുന്നുണ്ടെങ്കിലും അതിന്റെ അപ്പുറത്തേക്ക് നമ്മുടെ ഓർമ്മയിൽ, നമ്മുടെ മനസ്സിൽ ഈ ഒരു ചിന്തയും ആ വ്യക്തിയുടെ കാര്യങ്ങളും ഒക്കെ സർവ്വസമയത്തും ചിന്തയായി വരുന്നത് അവനാണെങ്കിൽ, അവളാണെങ്കിൽ, മക്കളാണെങ്കിൽ, മാതാപിതാ അങ്ങനെ ഇതൊന്നും വേണ്ടെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഇതൊക്കെ നമുക്ക് വേണ്ട സംഗതികൾ തന്നെയാണ്. അപ്പൊ ദിക്റുള്ള എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്നും നമ്മൾ ഈ ഇലാഹ് എന്ന് പറയുന്നതിലേക്ക് മറ്റ് വ്യക്തികളെ ആട്രിബ്യൂട്ട് ചെയ്ത് അറിഞ്ഞോ അറിയാതെയോ, ഇതൊന്നും നമ്മൾ നോയിങ്ലി ചെയ്യുന്നതല്ല, അറിഞ്ഞോ അറിയാതെയോ നമ്മൾ അതിലേക്ക് പങ്കു ചേർക്കുന്നുണ്ടെങ്കിൽ, അല്ലെ, അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ശരിക്കും അപകടകരമായിട്ടുള്ള ആ സമയത്ത് ഇങ്ങനെ പോയാണ് നമുക്ക് ആ വ്യക്തിയുമില്ല മറ്റൊന്നുമില്ലാത്തൊരവസ്ഥ എത്തുന്ന സമയത്ത് യഥാർത്ഥ ദിക്റിലേക്ക് ചിലപ്പോൾ നമ്മൾ തിരിച്ചു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്, അല്ലേ? സെൽഫിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ട്, സ്വന്തത്തെ നഷ്ടപ്പെടുത്തിക്കൊണ്ട്, സ്വന്തമായി ലഭിച്ച കഴിവുകളെ, സമയത്തെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് അത് മറ്റുള്ളവർക്ക് മുമ്പിൽ പണയം വെച്ചുകൊണ്ടെന്ന് വേണമെങ്കിൽ പറയാം. റിലേഷൻഷിപ്പുകളോ അറ്റാച്ച്മെന്റുകളോ സ്നേഹബന്ധങ്ങളോ ഒന്നും വേണ്ട എന്നല്ല, പക്ഷേ അതാണ് പ്രയോറിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ഉള്ളിലുള്ള എനർജിയെ എടുക്കാതെ മറ്റൊരാളുടെ ഊർജത്തിൽ ഞാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത്, അല്ലെ, അങ്ങനെ നടക്കുന്ന സമയത്ത്, അതിനായിട്ട് നമ്മൾ പോകുന്ന സമയത്ത് പിന്നീട് ഡ്രെയിൻ ആകുക, മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ചെയ്യുന്ന അവസ്ഥയിൽ ചിലപ്പോൾ നമ്മൾ പടച്ചോനെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനകൾക്ക് പോലും പിന്നീട് ഉത്തരം കിട്ടാത്ത, അല്ലേ, അവസ്ഥകൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമുക്കൊരു ഇമോഷണൽ ഇൻസെക്യൂരിറ്റി ഉണ്ടാവുന്ന സമയത്ത്, ഇമോഷണൽ ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്, മറ്റുള്ളവരെ നമ്മൾ ആശ്രയിക്കാറുണ്ട്. എന്നാൽ എനിക്കൊരു ഇമോഷണൽ ഇൻസെക്യൂരിറ്റി വന്നു കഴിഞ്ഞാൽ, ഇമോഷണലി ഞാൻ ഡ്രെയിൻ ആയി കഴിഞ്ഞാൽ, ഇന്ന വ്യക്തി ഉണ്ടെങ്കിലേ എനിക്ക് മുന്നോട്ട് വരാൻ കഴിയൂ, എനിക്കിതിൽ നിന്ന് പുറത്ത് കടക്കാൻ കഴിയൂ എന്ന അവസ്ഥയിൽ നമ്മൾ ആയിക്കഴിഞ്ഞാൽ അത് ശരിക്കും ഓവർ അറ്റാച്ച്മെന്റ് അല്ലേ? അതാണ് ശരിക്കും ഓവർ അറ്റാച്ച്. ആ വ്യക്തി ഇല്ലാൽ ഓവർ ഡിപ്പെൻഡൻസി ആണത്. അതേ സമയത്ത് നമുക്കും അത് മാത്രമല്ല, ആ വ്യക്തി ഉണ്ടെങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും അവർക്കൊരു തലവേദനയായി മാറിയേക്കാം, അല്ലേ? ഇവിടെ ഓവർ അറ്റാച്ച്മെന്റ് എന്നതിന് പകരം ഞാൻ നേരത്തെ പറഞ്ഞ എംപവർമെന്റ്, ഈ ഒരു അവയർനെസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. നമ്മൾ അങ്ങനെ അറ്റാച്ച്ഡ് ആകുമ്പോൾ നമ്മുടെ എനർജി എടുക്കാൻ കഴിയാത്ത അവസ്ഥ, മറ്റുള്ളവർക്ക് നമ്മളൊരു തലവേദന ആവുന്ന അവസ്ഥ, അല്ലേ, നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥ. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും ആ ഒരു ഡിറ്റാച്ച്മെന്റ് കംപ്ലീറ്റ് അവരെ ഫിസിക്കലി റിമൂവ് ചെയ്യാന്നുള്ളതല്ല, ഒരു ഡിറ്റാച്ച്മെന്റ് തലയിലേക്ക് എടുക്കാത്ത, അല്ലേ, പലരും പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പാസ്റ്റ് അല്ലെങ്കിൽ ഫ്യൂച്ചർ, ഇതിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, ഒരു ഡിസ്റ്റൻസ്, ഒരു സേഫ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണമെങ്കിൽ ഇസ് ഇറ്റ് പോസിബിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ട് വിൽ യു സേ? ഇത് പോസിബിൾ ആണോ എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? നിങ്ങൾക്ക് എന്താ മറുപടി പറയാനുള്ളത്? ഈ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ട് എംപവേർഡ് എന്നുള്ളതിനേക്കാളും ഈ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ട് അവരിൽ നിന്നൊക്കെ ഒരു സ്പേസ് കീപ്പ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ആൻസർ പറയാം? ഈസ് ഇറ്റ് പോസിബിൾ? ഹൗ? എങ്ങനെയാ അത് പോസിബിൾ ആവുന്നത്? മറ്റുള്ളവരുടെ പ്രോബ്ലംസ് എടുക്കലും അറ്റാച്ച്മെന്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മറ്റുള്ളവരുടെ പ്രോബ്ലംസിനെ, ആ പ്രോബ്ലത്തിനെ നമ്മളെ ഉള്ളിലേക്ക് എടുത്തുകൊണ്ടാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതൊരു തരം അറ്റാച്ച്മെന്റ് തന്നെയാണ്, അല്ലേ? പ്രോബ്ലംസിനെ എടുക്കാൻ പറ്റുന്ന പ്രോബ്ലംസിനെ നമുക്ക് എടുക്കാം, നമ്മൾ എടുക്കേണ്ട പ്രോബ്ലംസ്, നമുക്ക് സോൾവ് ചെയ്യാൻ കഴിയുന്ന പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്യലും വേണം. പക്ഷെ മറ്റൊരാളുടെ പ്രോബ്ലംസ് നമ്മൾ നമ്മുടെ പ്രോബ്ലം ആയിട്ട്, എംപതി എന്ന് പറയുന്ന കൺസെപ്റ്റിൽ ഐ ഫീൽ വാട്ട് യു ഫീൽ, സിമ്പതി എന്ന് പറയുന്നത് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് യു ഫീൽ ആണെങ്കിൽ, എംപതി എന്ന് പറയുമ്പം ഐ ഫീൽ വാട്ട് യു ഫീൽ എന്നാണ്. നമ്മൾ പറയാറുണ്ട് സിമ്പതി എംപതി ഒക്കെ വേണമെന്നുള്ളത്.
പക്ഷേ നമുക്ക് ആ എമ്പതിയിൽ നിൽക്കുമ്പോഴും നമ്മൾ എംപവേർഡ് അല്ലാതെ എമ്പതി കാണിച്ചു കഴിഞ്ഞാൽ, എംപവേർഡ് അല്ലാത്തൊരു വ്യക്തി എമ്പതി കാണിച്ചു കഴിഞ്ഞാൽ, അതുകൊണ്ട് തന്നെയാണ് കൗൺസിലിംഗ് സൈക്കോളജിയിലൊക്കെ പറയാറുണ്ട്, നിങ്ങൾ സൈക്കോളജിക്കലി ഓക്കെ അല്ലെങ്കിൽ, നിങ്ങൾ മെന്റലി സ്റ്റേബിൾ അല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ ഒരിക്കലും നിങ്ങളൊരു കൗൺസിലിങ്ങിനോ ആ ഒരു രീതിയിലോ നിങ്ങൾ പോകരുത്. കാരണം യു ആർ ടേക്കിംഗ് ദെയർ പ്രോബ്ലം, അവരുടെ പ്രോബ്ലം നമ്മൾ ഏറ്റെടുക്കുകയാണ്. ആ എംപതിക്കൽ സ്റ്റേറ്റിൽ നിന്നുകൊണ്ട് യു ക്യാൻ ബി എംപത്തറ്റിക് ബൈ എംപവേർഡ്. ആ എംപവേർഡ് ആവാതെ എമ്പതി കാണിക്കാൻ നിങ്ങൾ പോകരുത്. അങ്ങനെ ഒരു സൈഡും കൂടെ അതിനുണ്ട്. അപ്പൊ ആ രീതിയിൽ നിന്നുകൊണ്ട് നമ്മൾ അവരുടെ പ്രോബ്ലം എടുത്തിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. ബൗണ്ടറി സെറ്റ് ചെയ്യണം, എല്ലാത്തിനെയും ഒരു ഹാൻഡ് അകലം വെക്കണം, ഇതൊക്കെ ശരിയാണ്, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്. ബൗണ്ടറി സെറ്റ് ചെയ്യണം. ഇത് സെറ്റ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ബി എംപവേർഡ്. നമ്മൾ എംപവേർഡ് ആയിരിക്കണം. അല്ലെങ്കിൽ ഒരിക്കലും നമുക്കൊരു സോഴ്സ് ഓഫ് എനർജി, നമുക്കൊരു എന്തുണ്ടെങ്കിലും എന്തില്ലെങ്കിലും നമ്മൾ നിലനിർത്താൻ കഴിയുന്ന ആ എനർജിയിലേക്ക് നമ്മൾ, ആ ഒരു ഡിവൈൻ സോഴ്സിലേക്ക് നമ്മൾ കണക്റ്റഡ് ആയിട്ടിരിക്കണം. അതിലേക്ക് കണക്റ്റഡ് ആവണമെങ്കിൽ എപ്പോഴും നമുക്ക് കഴിയും എന്ന് പറഞ്ഞാൽ എന്നിലൂടെ മാത്രമേ, അതൊരു ഈഗോ സ്റ്റേറ്റോ ഞാനെന്ന് പറയുന്ന സ്റ്റേറ്റോ ഞാനാണ് എല്ലാം എന്ന് പറയുന്ന സെൽഫിഷ്നെസ്സോ കാര്യങ്ങളോ ഒന്നുമല്ല. എനിക്ക് സമയം കൊടുത്തുകൊണ്ട്, എന്നെ എംപവേർഡ് ആക്കിക്കൊണ്ട്, എനിക്ക് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് എന്നിലുള്ള എനർജിയെ പുറത്തെടുക്കാൻ എനിക്ക് കഴിഞ്ഞാലും, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഓവർ അറ്റാച്ച്മെന്റ് എന്നുള്ളത് നമ്മളിൽ നിന്ന് അകറ്റുകയും, ശരിക്കും നിങ്ങൾ കേട്ടോളൂ കേട്ടോ, ഓവർ അറ്റാച്ച്മെന്റ് ആവാന്ന് പറഞ്ഞാൽ സത്യത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളിൽ നിന്ന് അകറ്റി പകരം നമ്മൾ അകറ്റിയിട്ട് പകരം മറ്റൊരു വ്യക്തികളെ നമ്മളെക്കാൾ കൂടുതലായിട്ട് നമ്മുടെ ഉള്ളിൽ കയറ്റി വെച്ച് മറ്റൊരു വ്യക്തിക്ക് നമ്മൾ പ്രയോറിറ്റി കൊടുത്ത്, വസ്തുക്കൾക്ക് പ്രയോറിറ്റി കൊടുത്ത് നമ്മുടെ സെൽഫിനെ നഷ്ടപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലൂടെ, നമ്മുടെ സെൽഫിനെ നഷ്ടപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അവിടെ ആത്മബന്ധം, ആത്മാവുമായുള്ള ബന്ധം, ആത്മാവ് കണക്ട് ആയിരിക്കുന്ന സോഴ്സുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ആരാധിക്കേണ്ടതിന് ആരാധിക്കാതെ, സ്പേസ് കൊടുക്കേണ്ടതിന് സ്പേസ് കൊടുക്കാതെ, ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതിന് സ്പേസ് കൊടുക്കാതെ, ആരാധന പോലും അർഹിക്കാത്ത ആളുകളിലേക്ക് നമ്മൾ ഡൈവേർട്ട് ചെയ്ത് പോയിട്ട് പിന്നീട് ദൈവം ഒരിക്കലും ദൈവം അത് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു നമുക്ക് ഇത്രയും ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു ലൈഫ് തന്നിട്ടുള്ള, ആ എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങൾ നൽകിയിട്ടുള്ള ആ സോഴ്സിലേക്ക് കണക്ട് ചെയ്യാതെ, ആരാധന പോലും ദിക്റ് പോലും മറ്റൊരു വ്യക്തിയിലാവുന്ന സമയത്ത് ഇതെല്ലാം ചെയ്തിട്ട് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ദൈവമേ എനിക്കിത് നടത്തി തരണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥന അവിടെ സ്വീകരിക്കപ്പെടുമോ ഇല്ലയോ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. ഇത്തരത്തിൽ നമ്മുടെ അറ്റാച്ച്മെന്റ് നമ്മളിൽ നിന്നും അകറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അറ്റാച്ച്മെന്റ് ഒരു പ്രശ്നമായിട്ടല്ല. അറ്റാച്ച്മെന്റ് പ്രശ്നമാകുന്നത് എന്നേക്കാൾ ഇമ്പോർട്ടന്റ്, എനിക്ക് എന്നേക്കാൾ പ്രാധാന്യം, എനിക്ക് എൻ്റെ ഇലാഹിനേക്കാൾ പ്രാധാന്യം, ആ രീതിയിൽ നമ്മൾ മറ്റുള്ളതിന് സ്പേസ് കൊടുത്ത് നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ആ അറ്റാച്ച്മെന്റ് എത്രത്തോളം നമ്മൾ ദൈവത്തിൽ നിന്നും, നമ്മുടെ സൃഷ്ടാവിൽ നിന്നും അകറ്റുന്നുണ്ട് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നമുക്ക് അറ്റാച്ച്ഡ് ആകാൻ പറ്റിയ ഒരുപാട് ഇടങ്ങൾ വേറെയുണ്ട്. നമ്മളോട് അറ്റാച്ച്ഡ് ആകാൻ പറഞ്ഞ ഇടങ്ങളുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുക. സെൽഫിനെ എംപവേർഡ് ആക്കാനുള്ള പഠനങ്ങളിൽ, ആ ലേണിങ്സിൽ നമുക്ക് അറ്റാച്ച്മെന്റ് ആകാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള അറ്റാച്ച്മെന്റ്, അത് നമ്മളെ ഇത്തരത്തിലുള്ള അറ്റാച്ച്മെന്റിൽ നിന്ന് പുറത്ത് കടക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇതൊന്നും അറിയാതെ, ഈ ലേണിംഗ് എടുക്കാതെ നമ്മളോട് എഡ്യൂക്കേഷൻ അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്, സെൽഫ് ഇൻവെസ്റ്റ്മെന്റിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരാൾ 10 ലക്ഷം ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് സെൽഫ് ലെവലിൽ, അല്ലെങ്കിൽ സെൽഫ് എന്ന് പറയുന്ന പൊസിഷനിൽ, സെൽഫ് എംപവേർഡ് ആയിട്ടുള്ള പൊസിഷൻ അയാൾ നിൽക്കുന്നത് ചെറിയൊരു പെർസെൻറ്റേജിലാണ്. അയാൾ ഇമോഷണലി സ്റ്റേബിൾ അല്ല, എന്താ പറയാ, മെന്റലി സ്റ്റേബിൾ അല്ല, അയാൾക്ക് ഓവർ അറ്റാച്ച്മെന്റ് ആണ് പലതിനോടും, അയാൾ പേഴ്സണാലിറ്റി, അയാൾക്ക് വേണ്ടി അയാൾ എന്നുള്ള ആ വ്യക്തി എന്നുള്ള ലെവലില് വളരെ താഴെ നിൽക്കുന്ന ഒരു വ്യക്തി എത്ര ലക്ഷങ്ങൾ കോടികൾ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്താലും അയാൾ അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കിക്കൊള്ളണമെന്നില്ല. നിങ്ങൾ ഇന്ന് ലൈഫിൽ സക്സസ്ഫുൾ ആയിട്ട് കാണുന്ന ഏതൊരു വ്യക്തി ഉണ്ടെങ്കിലും ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഫസ്റ്റ് ദേ ഹാഡ് മെയ്ഡ് ഇൻ ദംസെൽസ്. അവരിലാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ടൈം ആയാലും മണി ആയാലും എഫേർട്ട് ആയാലും എനർജി ആയാലും വാട്ട് എവർ ഇറ്റ് ഈസ്, അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് സ്വന്തത്തിലാണ് ആദ്യം.
ആ സ്വന്തത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത് സ്വന്തമായിട്ട് അല്ലെ ആ ആ സോഴ്സ് ഓഫ് എനർജി ആക്സസ് ചെയ്തുകൊണ്ടാണ് അവർ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ഏതൊരു വ്യക്തിയായാലും. മനസ്സിലാകുന്നുണ്ട്? അപ്പൊ അതിലെ ഈ തലയിൽ കയറ്റി വെച്ച് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയി സമയത്തിന് വാല്യൂ ഇല്ലാതെ, എനർജിക്ക് ഞാൻ എന്ന് പറയുന്ന വ്യക്തിക്ക് വാല്യൂ ഇല്ലാതെ, അല്ലേ? അപ്പൊ നമുക്ക് അവിടെയൊക്കെ ഡിറ്റാച്ച് ചെയ്ത് പഠിക്കുക. എങ്ങനെ ഡിറ്റാച്ച് ചെയ്യാം, എങ്ങനെ ഡിസോസിയേറ്റ് ചെയ്യാം, ഇത് പഠിക്കുക, ഇത് ചെയ്യുക. ഇത് ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. ആളുകൾക്ക് കൊടുക്കേണ്ട സ്പേസ് നമ്മൾ കൊടുക്കണം, ബൗണ്ടറി നമ്മൾ സെറ്റ് ചെയ്യണം. അതിന് നമ്മൾ ആദ്യം എംപവേർഡ് ആയിരിക്കണം. നമ്മൾ ആദ്യം നമ്മളിൽ ഒരു മാസ്റ്ററി ഉണ്ടാക്കിയെടുക്കണം. ആ മാസ്റ്റർ എന്ന് പറയുമ്പോൾ ഒരിക്കലും ഞാനാണ് എല്ലാം എന്ന അവസ്ഥ അല്ലെങ്കിൽ കൂടി വി ഹാവ് ടു ബിൽഡ് ദാറ്റ് എംപവർമെന്റ് സ്റ്റേറ്റ് ഇൻ അവർ സെൽസ്. അങ്ങനെയുള്ളവർ മാത്രമേ മുന്നോട്ട് പോയിട്ടുള്ളൂ, അല്ലേ? പല സംഗതികളോട് അറ്റാച്ച്മെന്റ് നമ്മളെ ഉറക്കത്തെ പോലും തകർക്കുന്ന രീതിയിൽ നമ്മൾ ഫോണുമായിട്ട്, വ്യക്തികളുമായിട്ട് പലതിനോട് അറ്റാച്ച്ഡാ. ഇതിലൊക്കെ പല റീസൺ, ഇതൊക്കെ ഡീപ്പ് ലെവലിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ, അല്ലേ, നമ്മൾ ഇതിന്റെയൊക്കെ ഡീപ്പ് ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതൊക്കെ പിന്നെ ഒരുപാട് കാരണങ്ങളുണ്ട്. നമ്മൾ ഈ രീതിയിൽ നമ്മൾ എംപവേർഡ് ആയി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ, നമ്മൾ ശ്രദ്ധിക്കാത്തതിനെ പോലും നമ്മളെ കൊണ്ട് ശ്രദ്ധിപ്പിക്കുന്ന തരത്തിൽ നമ്മളെ കൊണ്ടുപോകുന്ന ഒരു ഇന്നർ സ്റ്റേറ്റ് ഓഫ് പവർ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്, അല്ലേ? നമ്മളെ ജനിപ്പിച്ച് പരിപാലിച്ച് നമുക്ക് സകല കാരുണ്യങ്ങളും നൽകി നമ്മൾ മുന്നോട്ട്, അല്ലെ, ആ ഒരു അൺലിമിറ്റഡ് സോഴ്സ് ഓഫ് എനർജി നമുക്ക് കിട്ടാനുണ്ട്. അതിനെ കാണാതെ ക്രിയേറ്ററെ കാണാതെ, ആ സോഴ്സിനെ കാണാതെ, അല്ലെ, ഡിവൈൻ എനർജി ഉണ്ട്, നമുക്കുള്ളിൽ എനർജി ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ ഒന്നുമല്ലാതെ ആരാധന പോലും ദിക്റ് പോലും നമ്മൾ മറ്റുള്ളവരിലേക്ക് സ്മരണ പോലും, ദൈവിക സ്മരണ എന്ന് പറയുന്ന ആ സ്മരണ പോലും ഇല്ലാതെ നമ്മൾ മറ്റുള്ളതിനെ പോകുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ഏതൊരു വ്യക്തിയും ലൈഫിൽ നല്ലൊരു പൊസിഷനിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ അവരെ എംപവേർഡ് ചെയ്തതിന് ശേഷമാണ്. അപ്പൊ ഇതിനൊക്കെ സൊല്യൂഷൻസ് ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനെങ്ങനെ പുറത്തു കടക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ടോ, അവരെന്നെ കെയർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞത് കൊണ്ടോ, അവരെന്ന് പറയുന്നത് നമ്മളെപ്പോലെ തന്നെ എല്ലാ തരത്തിലുള്ള ഹ്യൂമൺ ആയിട്ടുള്ള ഫീലിങ്സും ഇമോഷൻസും നെഗറ്റീവ്സും പോസിറ്റീവ്സും വീക്ക്നെസ്സും ഒക്കെ ഉള്ള ആളുകൾ നമ്മുടെ ഓപ്പോസിറ്റ് ഉള്ളത്, അല്ലേ? അവരെന്ന് പറയുന്ന ഒരു പെർഫെക്റ്റ് ബീങ് ഒന്നും അല്ല. അവർക്ക് കാലാകാലത്തോളം നമ്മൾ തന്നെ പ്രയോറിറ്റി ആക്കി കൊണ്ടു നടക്കാൻ കഴിഞ്ഞു കൊള്ളണം എന്നുമില്ല. മനസ്സിലാകുന്നില്ല? അപ്പൊ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അങ്ങനെ ഒന്നിനെ നമ്മൾ അറ്റാച്ച്മെന്റിലേക്ക് അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മളെക്കാൾ കൂടുതലായിട്ട് കൊണ്ടു നടക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് സെൽഫിനെ നഷ്ടപ്പെടുത്തുന്ന, നമ്മളെ തന്നെ ഒന്നുമല്ലാതാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോയി ലാസ്റ്റ് എല്ലാം കളഞ്ഞിട്ട്, മറ്റാരും ഇല്ല എന്ന് തോന്നുന്ന സമയത്ത് ഞാൻ എന്നിലേക്ക് നോക്കിയത് കൊണ്ടോ, എൻ്റെ അതിലേക്ക് നോക്കിയത് കൊണ്ടോ, എൻ്റെ സൃഷ്ടാവിലേക്ക് നോക്കിയത് കൊണ്ടോ, nothing is going to happen. ഓക്കെ, സോ അപ്പൊ ആ എംപവറിങ് പ്രോഗ്രാം, ആ ഒരു എംപവറിങ്ങിലേക്ക്, ലേണിങ്ങിലേക്ക് നമ്മൾ കടക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ അതിന്റെ കൂടെ തന്നെ എന്താ പറയാ, ഒരു കാര്യം കൂടി ഞാൻ പറയാണ്, നമുക്കൊരു പ്രോഗ്രാമും കൂടെ വരുന്നുണ്ട്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് പ്രൊമോഷൻ ഓൺലി. അപ്പൊ പ്രൊമോഷൻ ആയിട്ട് എന്നുള്ളതല്ല, അപ്പൊ ആരെങ്കിലും ഒരുപാട് ആളുകൾ എന്നെ കണക്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ പറയാറുണ്ട്, നമ്മൾ ഈ ഒരു തലത്തിലൂടെ നമ്മൾ പോയി കഴിഞ്ഞാൽ അറ്റാച്ച്മെന്റ്, പ്രണയം, ഇതൊക്കെ ഒരുപാട് ഇന്നത്തെ സൊസൈറ്റിയിൽ മനുഷ്യന് ഇമോഷണൽ, ഞാൻ പറഞ്ഞില്ല, ഇമോഷണൽ ഡ്രഗ് ആണ് അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്, ഒരു തരം എ കൈൻഡ് ഓഫ് ഇമോഷണൽ ഡ്രഗ്. അപ്പൊ അതിൽ നിന്ന് പുറത്ത് കടക്കാൻ നിങ്ങൾക്ക് കഴിയണമെങ്കിൽ യു ഹാവ് ടു ഗെറ്റ് യുവർ സെൽഫ് എംപവേർഡ്. അങ്ങനെ ഒരു സെൽഫ് മാസ്റ്ററി നമ്മൾ ലേൺ ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക, അതിലൂടെ കടന്നു പോവുക എന്നുള്ളതാണ്. അതിൽ നിന്നുകൊണ്ട് മാത്രമേ, ഞാൻ പറഞ്ഞല്ലോ, ലൈഫിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഏതൊരു വ്യക്തിയെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവർ ഇൻവെസ്റ്റ് ചെയ്യും. നമ്മൾ വേറെ പലയിടത്തും ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാണ്. എന്തിനും പണം മുടക്കാനും, എന്തിനും ഇൻവെസ്റ്റ് ചെയ്യാനും, എന്തിനു വേണ്ടിയിട്ടും കാര്യങ്ങൾ കൊടുക്കാനും, പലപ്പോഴും നമ്മുടെ ഹെൽത്ത് പോലും നോക്കാതെ പല കാര്യങ്ങൾക്ക് പോലും ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാണ്. പക്ഷെ സെൽഫിന് വേണ്ടിയുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റിലേക്ക്, സെൽഫിന് വേണ്ടി കുറച്ച് സമയം, ചിലപ്പോൾ പണമൊക്കെ ഇട്ടിട്ട് പണമൊക്കെ അടിച്ചിട്ട് കോഴ്സിലൊക്കെ ജോയിൻ ചെയ്യുന്നവരുണ്ട്, ബട്ട് ദേ ആർ നോട്ട് റെഡി ടു ഇൻവെസ്റ്റ് ദെയർ ടൈം. പലർക്കും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ആ ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ ആളുകൾക്ക് പറ്റുന്നില്ല, സമയമില്ല. പലരും നമ്മുടെ കോഴ്സിനെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് പറയുന്ന ഒരു കാര്യമാണ്, ഈ സമയം എനിക്ക് ഓക്കെ അല്ല, ഈ സമയം എനിക്ക് ഇല്ല, അല്ലെ? നമുക്കൊക്കെ സമയം ഉണ്ടാവുന്ന ഒരു അവസ്ഥയുണ്ട്. ഇതിൽ നിന്നെല്ലാം നമ്മൾ മാറിപ്പോകുന്ന സമയത്ത്, ഒന്നുമില്ലായ്മയിലേക്ക് എത്തുന്ന സമയത്തായിരിക്കും നമുക്ക് സമയം ഉണ്ടാവുക. മറ്റുള്ളവർ ആരും കൂടെ ഇല്ലാന്ന് വരുന്ന അവസ്ഥയിലായിരിക്കും നമുക്ക്
സമയമുണ്ടാവുക. പക്ഷെ ആ ഒരു അവസ്ഥ എത്തുന്നതിന് മുന്നേ നമുക്ക് നമ്മളെ ഏതവസ്ഥ വന്നാലും നേരിടാൻ ഞാൻ തയ്യാറാണ് എന്നുള്ള രീതിയിലേക്ക് സെൽഫിനെ ഒന്ന് എംപവർ ചെയ്യാനുള്ള, സെൽഫ് മാസ്റ്ററി നേടാനുള്ള ഒരു പ്രോഗ്രാമിലേക്കും കൂടെ ഞാൻ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ 10-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. നിങ്ങൾക്ക് ജോയിൻ ആവാം. ഒരുപാട് ആളുകൾ ജോയിൻ ആയിട്ടുണ്ട് ഓൾറെഡി. 10-ാം തീയതി സ്റ്റാർട്ട് ചെയ്യാണ്. ഒരു സെൽഫ് മാസ്റ്ററി കോഡ് എന്നാണ് അതിന്റെ പേര്. ഒരു 1 മന്ത് പ്രോഗ്രാം ആണ്. എപ്പോഴും നിങ്ങൾ ആലോചിക്കുക, ചെറിയൊരു ഫീസാണ്, ഒരുപാട് ഫീസ് കാര്യങ്ങളൊന്നുമില്ല, ചെറിയൊരു ഫീസാണ്. യു ക്യാൻ കണക്ട് മീ പേഴ്സണലി. നമ്പർ ജസ്റ്റ് ഞാനൊന്ന് ചാറ്റ് ബോക്സിൽ, ഞാനിപ്പോൾ ചാറ്റ് ബോക്സിൽ നമ്പർ ഒന്ന് ഇടാം. ജസ്റ്റ് ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ 9495106322 എന്ന് പറയുന്ന നമ്പർ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. അപ്പൊ ഏതെങ്കിലും തരത്തിൽ ഞാൻ ഇവിടെ നിങ്ങൾ എന്റെ ചാറ്റ് ബോക്സിൽ പറഞ്ഞ പോലെ ബൗണ്ടറി സെറ്റ് ചെയ്തുകൊണ്ട് എല്ലാത്തിനെയും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ട്, പക്ഷേ ഇൻ ദ ഇനിഷ്യൽ സ്റ്റേറ്റ് അല്ലെ, ഇനിഷ്യൽ സ്റ്റേറ്റ് ഇതൊക്കെ പോസിബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഇമോഷണൽ ബീയിങ് ആണ്, നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. നമുക്കത് കഴിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഒത്തിരി പ്രയാസമായിരിക്കും. ചിലപ്പോൾ ഒരു സപ്പോർട്ട് വേണ്ടി വരും, ചിലപ്പോൾ ഒരു ഗൈഡൻസ് വേണ്ടി വരും, ചിലപ്പോൾ ഒരു മെന്ററിന്റെ സപ്പോർട്ട് വേണ്ടി വരും. അപ്പൊ ഞാനൊക്കെ ഇന്ന് ഈ ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കരയുന്ന, പെട്ടെന്ന് സങ്കടം വരുന്ന, പെട്ടെന്ന് ആരെങ്കിലും ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ സങ്കടം വരുന്ന, പെട്ടെന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാണ്ട്, അങ്ങനെ ആലോചിച്ച് നോക്കിയേ. അതിന്റെ ആരെങ്കിലും ഒന്ന് ദേഷ്യപ്പെടുക എന്ന് പറയുന്നതിന്റെ പേരിൽ ചിലപ്പോൾ ദിവസങ്ങളോളം നമ്മൾക്ക് കൊടുക്കുന്ന ഒരു പെയിൻ ഉണ്ട്. നമ്മൾക്ക് കൊടുക്കുന്ന അവർ തന്ന ടോർച്ചറിനേക്കാളും, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ടോർച്ചറിങ്ങിനേക്കാളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, നമുക്ക് ഭക്ഷണം കൊടുക്കാതെ, നമ്മുടെ ഉറക്കത്തെ കളഞ്ഞ്, നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ, നമ്മുടെ ആ മെന്റൽ സ്റ്റേറ്റിനെ കീപ്പ് ചെയ്യാതെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു നമ്മുടെ ഉള്ളിലുണ്ട് അല്ലേ? ആ നമ്മൾ മറ്റുള്ളവർ ചെയ്തതിനേക്കാൾ വലിയ തെറ്റായിരിക്കും അവിടെ നമ്മളോട് ചെയ്യുന്നത്. നമുക്ക് ഭക്ഷണം നിഷേധിക്കുകയാണ് പലപ്പോഴും, നമുക്ക് അല്ലേ ഒരു സുഖപ്രദമായ അന്തരീക്ഷം, വായു നിഷേധിക്കുകയാണ്, നമ്മൾ ഉറക്കത്തിനെ കളയാണ്. ഇങ്ങനെയൊക്കെയുള്ള സ്റ്റേജിലൂടെ കടന്നു പോകുന്നവർ ഒരവസ്ഥയിൽ എത്തുമ്പോൾ നമ്മുടെ മുമ്പിൽ എത്താറുണ്ട്, കൗൺസിലിങ്ങിന് വേണ്ടിയിട്ടും പേഴ്സണൽ കെയറിനൊക്കെ വേണ്ടിയിട്ട്. അപ്പൊ ഇതൊക്കെ എത്തുന്നതിന് മുമ്പേ നമ്മൾ ആ ഒരു റിയലൈസേഷനിലേക്ക് എത്തി, നമ്മളൊന്ന് എംപവേർഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് മാത്രമല്ല. അപ്പൊ ഞാൻ എംപവേർഡ് ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് മാത്രമല്ല, എനിക്ക് മറ്റു പലരിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മുടെ ഒരു ലൈഫ് പർപ്പസ് കൂടി നമ്മൾ ഫുൾഫിൽ ചെയ്യാണ്. നമ്മൾ ആലോചിച്ച് നോക്കി, എത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് തന്നിട്ട്, ഇത്രയും സുഖ സൗകര്യങ്ങൾ തന്നിട്ട്, ഞാൻ മാത്രം ഈ ഭൂമിയിൽ അൺലിമിറ്റഡ് റിസോഴ്സസ് ഞാൻ യൂസ് ചെയ്തിട്ട് എന്നിലൂടെ എന്തെങ്കിലും ഒരു കാര്യം നടന്നു പോകുന്നുണ്ടോ, എന്നിലൂടെ ഒരു വെളിച്ചം മറ്റുള്ളവരിലേക്ക് എത്തുന്നുണ്ടോ, ഞാൻ എന്തെങ്കിലും ഒരു കാര്യം മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ള ഒരു ഓർമ്മയിലേക്ക്, ഒരു ചിന്തയിലേക്ക് കൂടി നമ്മൾ പോവേണ്ടതുണ്ട്. സ്വയം ഉണരാത്ത, ഞാൻ ഏത് സെഷനിലും പറയുന്ന പോലെ, സ്വയം ഉണരാത്ത ഒരാൾക്ക് മറ്റൊരാളെ ഉണർത്താൻ കഴിയില്ല. സ്വയം എംപവേർഡ് ആവാത്ത ഒരാൾക്ക് മറ്റൊരാളെ എംപവേർഡ് ആക്കാൻ കഴിയില്ല അല്ലേ? അപ്പോൾ വീണ്ടും ഞാൻ ഒന്നുകൂടെ പറയുന്നത്, അതിലേക്ക് നിങ്ങൾ ഏത് തരത്തിലായാലും ഏത് വഴിയിലായാലും, ഇപ്പൊ ഈ ഒരു സെഷൻ എന്നൊക്കെ പറയുന്നത് നമുക്ക് നോളേജ് കിട്ടുന്ന സെഷൻസ് ആണ്. അപ്പൊ ഇതേപോലെയുള്ള സെഷൻസിൽ, ഇതേപോലെയുള്ള കമ്മ്യൂണിറ്റിയിൽ, ഇതേപോലെയുള്ള ഗ്രൂപ്പിൽ, ഇതേപോലെയുള്ള മെന്ററിന്റെ അല്ലെങ്കിൽ ഗൈഡൻസിന്റെ നമ്മൾ മുന്നോട്ട് പോയി നമ്മളെ ഒന്ന് സ്റ്റേബിൾ ആക്കുന്നില്ല. ഇറ്റ്സ് അവർ റെസ്പോൺസിബിലിറ്റി. നോബഡി ഈസ് കമ്മിങ് ടു ടേക്ക് ദിസ് റെസ്പോൺസിബിലിറ്റി. അവർക്ക് പരിധിയുണ്ട്, അവർ വരും, നിങ്ങൾ ടേക്ക് കെയർ ചെയ്യും. പക്ഷേ അവർക്ക് തരാൻ പറ്റുന്ന എനർജി സോഴ്സിന് പരിധിയുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ സ്വയം എത്തുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. വൺസ് അഗെയിൻ നിങ്ങൾ ആ ഒരു പ്രോഗ്രാമിലേക്ക് വെൽക്കം ചെയ്തുകൊണ്ട്, ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് കൺക്ലൂഡ് ചെയ്യാണ്. നിങ്ങൾക്ക് ആർക്ക് ഇത്രയും സമയം എൻ്റെ കൂടെ നിന്നതിന് ഹാർട്ട്ഫെൽറ്റ് ഗ്രാറ്റിറ്റ്യൂഡ്, താങ്ക്ഫുൾനെസ് അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ സെഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ചോദ്യങ്ങളോ ചോദിക്കാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഫീഡ്ബാക്സോ തരാനുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് ഉണ്ട്, നിങ്ങൾക്ക് തരാം. അല്ലെങ്കിൽ ലെറ്റ്സ് വൈൻഡ് അപ്പ് ദി സെഷൻ. എന്തെങ്കിലും പറയാനുണ്ടോ? ആരെയും ഞാൻ ക്യാമറയിൽ കാണില്ല കേട്ടോ. ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് എല്ലാവരും ക്യാമറയിൽ നിന്ന് പോയിട്ടുണ്ട്. എന്താണ് പറയാനുള്ളത്? ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? അറ്റ്ലീസ്റ്റ് താങ്ക് യു ഡിയർ. കമന്റ് ബോക്സിൽ ഇനി അല്ലെങ്കിൽ ഫീഡ്ബാക്ക് ആയിട്ട് നെയ്മ എന്തെങ്കിലും പറയാനുണ്ടോ? മാം, ഇത് ശരിക്കും പ്രണയബന്ധങ്ങൾ മാത്രമല്ല, കപ്പിൾസിന്റെ ഇടയിലും വരുന്ന ഒരു ഇഷ്യൂ മാം പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ, പ്രണയത്തിൽ മാത്രമല്ല, പാരന്റിങ്ങിൽ വരുന്നുണ്ട്, കപ്പിൾസിനിടയിൽ വരുന്നുണ്ട്, ഹസ്ബൻഡ് ആൻഡ് വൈഫിൽ വരുന്നുണ്ട്. പൊതുവെ എല്ലാവരും റിപ്ലൈ ഇടാൻ മടിച്ചു നിന്നായിരുന്നത് ആ ഒരു ഇത് എടുത്തിട്ടാന്ന് തോന്നുന്നു. എങ്ങനെ കപ്പിൾസ് എന്നുള്ള രീതിയിൽ വന്നുകൊണ്ടാണോ? അല്ല,
അല്ല, പ്രണയബന്ധങ്ങൾക്ക് മാത്രം ഇപ്പൊ ഈ പറയണ ബാധകം എന്നുള്ള ഒരു ഇതിലാണ് തോന്നുന്നു. മാം ചോദിക്കുമ്പോ ആരും മുന്നോട്ട് വരാതെ നിന്നിട്ടുണ്ട്. ആ എനിക്കങ്ങനെ തോന്നിയതാണ്. പ്രണയബന്ധങ്ങളിൽ മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ, പാസ്റ്റിനോട് അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്നുണ്ട്, ഫ്യൂച്ചറിനോട് അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്നുണ്ട്, വസ്തുക്കളോട്, പണത്തിനോട്, മൊബൈലിനോട്. പക്ഷെ ഇത് അറ്റാച്ച്മെന്റ് ആണോ അഡിക്ഷൻ ആണോ എന്ന് പോലും അറിയാത്ത അവസ്ഥയിൽ മുന്നോട്ട് പോകുന്ന ആളുകളാണ് ഒരുപാട്. എനിവേ, താങ്ക് യു സോ നല്ല മച്ച്. ക്ലാസ് ആയിരുന്നു മാം, നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു ഡിയർ. പിന്നെ വേറെന്തെങ്കിലും ആർക്കെങ്കിലും പറയാനുണ്ടോ? നെയ്മ? അപ്പൊ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് സെഷൻ വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾക്ക് എന്താ പറയാ, ആ എന്തെങ്കിലും പേഴ്സണലായിട്ട് കണക്ട് ചെയ്തിട്ട് ഇതിനെക്കുറിച്ച് ഇപ്പോൾ റെജിനമ്മ പറഞ്ഞ പോലെ കപ്പിൾസിന് വേണ്ടി മാത്രമാണെന്നൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും നിങ്ങളുടെ, ഞാൻ പറഞ്ഞില്ലേ, എവറി റിലേഷൻഷിപ്പിലും, ഏത് റിലേഷൻഷിപ്പിലും, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയാലും കപ്പിൾസ് ആയാലും എവിടെയും നമുക്ക് എന്തുണ്ട്, ഇതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇത് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു അറ്റാച്ച്മെന്റിൽ നിന്ന് പുറത്ത് കടൻ, ഹസ്ബൻഡ് വൈഫായിട്ടും വൈഫ് ഹസ്ബൻഡായിട്ടും ഒക്കെ. അപ്പൊ അതിലൊക്കെ ഇതിന്റെ ഒരു തലം നമുക്ക് കാണാം. അപ്പൊ ഇതിൽ നിന്ന് പുറത്ത് കടക്കേണ്ട ആവശ്യകതയും, ഇത് കടന്നു കഴിഞ്ഞാൽ ലൈഫ് വളരെ സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകൾ ഈ കൂട്ടത്തിൽ തന്നെയുണ്ട്. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ കഴിയട്ടെ, സെൽഫ് എംപവേർഡ് ആവാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇനി മൊബൈൽ അറ്റാച്ച്മെന്റ് ഒക്കെ കൂടുതലായിട്ട് ഉണ്ടാവുന്നതാണ് ഇപ്പൊ. യെസ്, മൊബൈലും. അപ്പോ ഇൻസ്റ്റാ അഡിക്ഷൻ, ഇതിൽ കൂടുതൽ എനിക്ക് തോന്നുന്നത് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ഈ പ്രണയവുമായി ബന്ധപ്പെട്ട ഒരു അറ്റാച്ച്മെന്റ് ആണ് കൂടുതൽ സൂചിപ്പിച്ചതെന്ന് തോന്നി. ഇതിൽ ആ റിലേഷൻഷിപ്പ് ബന്ധങ്ങളെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പൊ റിലേഷൻഷിപ്പ് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു രീതിയിലേക്ക് മാറിയത്. എന്നാൽ ഞാൻ ഇടയ്ക്ക് പറഞ്ഞിട്ടാ വസ്തുക്കളും ഒബ്ജക്റ്റുകളും ഒക്കെ തന്നെ. എനിവേ, നിങ്ങൾക്ക് ഇനി ഇതുമായിട്ട് റിലേറ്റ് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്നെ പേഴ്സണലി കണക്ട് ചെയ്യാം കേട്ടോ. ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ഗുഡ് നൈറ്റ്. താങ്ക് യു ഓൾ. Thank you, ma'am.